ആ ഒരു പൊതുബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആയിക്കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നുള്ള അതന്നെ ഒരു തെറ്റായ ഒരു ബോധമാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിലും ക്യാൻസർ വരും. ഞാൻ ക്യാൻസർ പറയാറേ ഇല്ല, ബാക്കിയുള്ളതെല്ലാം പറയും. വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പറഞ്ഞുകൂടി ആൾക്കാർ പിന്നെ ബ്ലാങ്ക് ആവും. ബ്ലാങ്ക് ആവുന്നല്ല, ഒന്നെങ്കിൽ അവർ ബ്ലാങ്ക് ആയി, ഒന്നെങ്കിൽ എവിടെയും പോകാണ്ട് ഒരു ഇതായി പോവും. എനിക്കൊരു പേഷ്യൻ്റ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ, ഒരു പോളിപ്പായിരുന്നു, സൂസൈഡ് ചെയ്തു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ഒരിക്കലും ഒരു തെറ്റില്ല. ഞാൻ അംഗീകരിക്കുന്നു. ഇങ്ങനത്തെ കേൾക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. ഇങ്ങനത്തെ കേൾക്കാൻ താല്പര്യമുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്കൊരു വികലമായൊരു മനസ്സ് നമ്മുടെ അടിത്തട്ടിലുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ലിവർ ക്യാൻസർ ഉള്ള പേഷ്യൻ്റ് ചോദിക്കാറുണ്ട്, സാറേ എന്തായാലും അടിച്ചിട്ട് വന്നാലേ ഇനി ഒന്നും ആവാൻ പോകുന്നില്ല, ഇനി കുറച്ച് രണ്ടാ അടിച്ചിട്ട് പോയാൽ എന്താ? ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഈ ടി വിയിൽ മൊത്തം ഈ പൊറോട്ട, ബീഫ് ഇതിനൊക്കെ അഗെയിൻസ്റ്റായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കും, അപ്പോൾ എന്നോട് സാറേ ഈ പൊറോട്ട തിന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ, അല്ലെങ്കിൽ ബീഫ് തിന്നാൽ ക്യാൻസർ? സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ചോദ്യം. നമസ്കാരം, ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പൻ, അങ്കമാലി ആഡ്ലക്സ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ സർജനാണ്. കൂടെ നമുക്ക് ഡോക്ടർ മുഹമ്മദ് നൗഫലുണ്ട്, പിന്നെ ഡോക്ടർ ഫിലിപ്പ് കുറ്റിക്കാട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാൻസറുകളെ കുറിച്ച് എന്തെങ്കിലും എല്ലാം കുറച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ, പല രോഗികളും പല ലക്ഷണങ്ങളായിട്ട് വരും. അപ്പം ഇവരായിരിക്കും, അതായത് ഈ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആയിരിക്കും ക്യാൻസറുകൾ ആദ്യം കാണുന്നത്. അപ്പോൾ നൗഫലിൻ്റെ അഭിപ്രായത്തിൽ സാധാരണ പേഷ്യൻസ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? പല പേഷ്യൻസ് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ബേസിക്കലി ഈ നമ്മൾ അന്നനാളത്തിൽ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം വരുന്നത് എല്ലാം ആദ്യം തന്നെ ഡോക്ടറിനെ കാണിക്കാൻ വരില്ലല്ലോ. അപ്പോൾ അവസാനം ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ലാസ്റ്റ് നമ്മളടുത്ത് വന്നെത്തുക. നേരത്തെ തന്നെ സിംറ്റംസ് ഉണ്ടായി കാണും. ഇടയ്ക്ക് ഒരു ചുമ, ജസ്റ്റ് ഇടയ്ക്കൊരു കഴിക്കാനുള്ളൊരു വിഷമം, പിന്നെ നെഗറ്റീവ് വരലുണ്ടാകും. അപ്പോൾ അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. അത് കുറേ കാലമായിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. അതിന് അവർ എവിടെയെങ്കിലും അടുത്ത് മെഡിസിൻസ് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രോയും കാണിച്ചിട്ടുണ്ടാവും. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവില്ല. താൽക്കാലികം ഗ്യാസ് മാത്രമേ ഉള്ളൂ സാർ, മരുന്ന് തരൂ, മരുന്ന് തരൂ, അങ്ങനെ കഴിച്ച് പോയി കുറേ ഇതാവുമ്പോൾ വിഴുങ്ങാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ ഇങ്ങനെ വിഴുങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോൾ വിഴുങ്ങാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് ഗ്യാസിടെ ആയിരിക്കും. നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ പേഷ്യൻസിൻ്റെ ഓരോ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഏജും ഒരു വരുന്ന ആൾക്കാരുടെ ഇത് കണക്കെടുത്ത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയുക. ബേസിക്കലി പല ഗൗരവത്തിലെടുക്കില്ല. തീരെ ഭക്ഷണം ഇറക്കാൻ പറ്റാണ്ടാകുമ്പോഴാണ് അതിൻ്റെ കൂടെ കോ ഫാക്ടേഴ്സും, ചിലർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും, കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഭക്ഷണ ശൈലിയിൽ തന്നെ മാറ്റിയിട്ടുണ്ടാവും. കട്ടിയുള്ള ആഹാരം ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അവർ മെല്ലെ അവർ ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ കഞ്ഞിയായിരിക്കും കുടിക്കുക, കുറച്ച് എല്ലാം മിക്സിയിലൊക്കെ അടിച്ചിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഫുഡ് ഇറങ്ങിപ്പോൾ എന്നാലും തൂക്കമൊക്കെ കുറയുന്നുണ്ട്. എന്നാലും ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പേടി, എന്തെങ്കിലും ടെസ്റ്റ് പറയുമോ, എന്തെങ്കിലും ആയിരിക്കുമോ. പിന്നെ വേറെ ഒരു ആരെങ്കിലുമൊക്കെ കണ്ട് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് സ്വയം തോന്നി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടോടനെ നമുക്ക് ഇങ്ങനെ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും പോയി നോക്കണം. ഇൻവെസ്റ്റിഗേഷൻ ആദ്യം പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ എൻഡോസ്കോപ്പിയാണ്. അപ്പോൾ സാറ് ചോദിക്കും, സാർ ആദ്യം തന്നെ എൻഡോസ്കോപ്പി വേണോ? ആദ്യം തന്നെ എൻഡോസ്കോപ്പി വേണോ? ബ്ലഡ് എടുത്താൽ പോരെ, സ്കാൻ എടുത്താൽ പോരെ? ബ്ലഡും സ്കാനും എടുക്കാം, അതിൽ വേറെ ഇതറിയും. ഇത് അകത്ത് പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നോക്കുന്നതിനെക്കാട്ടി വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പേഷ്യൻറ്റ് കൺവിൻസ് ചെയ്യാന്ന് വെച്ചാൽ ചിലർ എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടെങ്കിൽ അവർ മനസ്സിലായിക്കോളും. ചില പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യും. നമുക്ക് അറിയാം ഇങ്ങനെ തന്നെ ആയിരിക്കും, നമുക്ക് അത്രയും സ്ട്രോങ് സസ്പീഷൻ ഉണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും പറഞ്ഞ് നമ്മൾ ഒന്ന് കൺവിൻസ് ചെയ്യണം. അതിലും ബുദ്ധിമുട്ടായിരിക്കും താഴെ ആമാശയത്തിലെ. ഇത് അന്നനാളത്തിലാണ് കുറവുള്ളത്. താഴെ ഉള്ളത് പിന്നെ അതിനെക്കാട്ടി ഇതാണ്. അത് അവർക്കൊരു സ്റ്റിഗ്മാറ്റയാണ് പറയാനായിട്ട്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഇല്ല. പണ്ട് ഒട്ടും പറയില്ലായിരുന്നു. മോഷനിൽ ബ്ലഡ് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വയറ്റിൽ നിന്ന് മോഷൻ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും താഴോട്ട് ഇറങ്ങി വരുന്ന ഫസ്റ്റ് ഡയഗ്നോസ് അവർ തന്നെ തീരുമാനിച്ചോളും, പൈൽസാണ്. എവിടെയും നോക്കണ്ട, പൈൽസാണ് അല്ലെങ്കിൽ ഫിഷറും അത് അവരുടെ സ്റ്റാൻഡേർഡ് ഡയഗ്നോസിസ് ആണ്. പിന്നെയും ബ്ലഡ് ഇത്രയും പിന്നെ രക്തം വളരെ കുറയും, രക്തസ്രാവം ഉണ്ടാവും. അപ്പോൾ പൈൽസിലൊന്നും ഇത്രയും ബ്ലഡ് കുറയില്ല എന്നുള്ള കാര്യം അത് അവർക്കറിയില്ല. അതും ഒരേ കാലഘട്ടങ്ങൾ കുറേ വർഷങ്ങളായി ഇങ്ങനെ സഹിച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ അറിയില്ലായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ചെറിയ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അന്ന് ചെയ്തു, ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അല്ലേ അത് ഞങ്ങൾ കണ്ടതാണ് സാർ, ജസ്റ്റ് ഒരു ചെറിയ ഇത് ഇട്ട് നോക്കി, PR വല്ല പ്രോക്ടോസ്കോപ്പി ചെയ്തിട്ടുണ്ടാവും, ഇട്ട് നോക്കിയാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറയണം
അത് എന്താ പറയാനുള്ള കടമ നമുക്കാണ്. ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറുത്ത കളറായിട്ട് പോകുന്നു, ബ്ലഡ് അല്ല ഇനിയും പറയും. ചിലപ്പോൾ ഡാർക്ക് കളർ ഗുളികയുടെ ആണെന്ന് പറയും. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് നാം എപ്പോഴും പറയുന്നതാണ്, കറുത്ത കളറാണെങ്കിൽ അൺടിൽ പ്രൂവൺ അതർവൈസ് അത് ബ്ലഡാണ്. അത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊള്ളണം. ഇപ്പോൾ പക്ഷേ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നേരത്തെ ഉള്ള കാട്ടി നമ്മൾ പണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ ഇപ്പോൾ അവയർനെസ് ആൾക്കാർ കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. പണ്ട് കൺവിൻസ് ചെയ്യുന്നതിന് കാട്ടും ഇപ്പോൾ ദേ ആർ സെൽഫ് അവെയർ. ഇപ്പം കുറച്ചും കൂടെ അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധമുണ്ട്. അപ്പം ഈ ആക്ച്വലി വയറ്റിൽ നിന്ന് എങ്ങനെ രക്തം പോകുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും അത് വൻകുടൽ ക്യാൻസറുകളുടെ ഒരു ലക്ഷണമാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് വയറുവേദന ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ സാധാരണ ഒരു ജീരകവെള്ളം, അയമോദകം, ഇഞ്ചി ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള ഒരു പ്രയോഗം. പിന്നെ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് അതും വൻകുടൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ പല രോഗികൾ എന്നോട് കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കായം കഴിക്കും, പിന്നെ ത്രിഫലാണ് പിന്നെ മറ്റൊരു ആയുധം. അപ്പോൾ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഇത് കഴിച്ച് പല രോഗികളും മുന്നോട്ട് പോയി, പല രോഗികളും അങ്ങൊരു ലാസ്റ്റ് ഒരു സ്റ്റേജിലൊക്കെയാണ് വരുന്നത്. അപ്പം പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുറച്ചും കൂടെ നമ്മളിപ്പോൾ ഈ ആമാശയത്തിൻ്റെ ഭാഗത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിശപ്പില്ലായ്മ, ഡോക്ടർ ഫിലിപ്പിൻ്റെ അഭിപ്രായത്തിൽ അതൊരു സിംറ്റമായിട്ട് കാണാം. ഞാനും കുറേ കൂടെ ഞാൻ കാണുന്ന പേഷ്യൻസ് ക്യാൻസറായി നിങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം അവരിൽ ഡെഫിനറ്റ്ലി അല്ലെ വിശപ്പില്ലായ്മ, പിന്നെ വെയിറ്റ്, തൂക്കം കുറയില് ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ചിലവരിപ്പോൾ 1-2 കിലോ വെയിറ്റ് ലോസ് അല്ല ശരിക്കും, അപ്പോൾ അത്ര സിഗ്നിഫിക്കൻ്റ് ആവണമെന്നില്ല. അപ്പോൾ ചിലവർക്ക് ഈവൻ 10 കിലോ 5 കിലോ ആ ഒരു റേഞ്ചിൽ വിത്തിൻ കുറച്ച് മാസങ്ങൾ കൊണ്ട് കുറയുക. അപ്പോൾ അതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ്. അപ്പോൾ അതൊക്കെ ഒരു ഇതിൻ്റെ അല്ല, അത് നമ്മൾ എപ്പോഴും അവരോട് ചോദിക്കും. പെർസെൻറ്റേജ് സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ് 10% 6 മാസത്തിൽ കുറഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. എത്ര കിലോ ആയാലും അതിന് 10% 6 മന്ത്സിൽ കുറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അത് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞില്ല സാർ 6 കിലോ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്, 5 കിലോ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് 5 കിലോ അവർ നമ്മളൊരു ഐഡിയലി ഇത് പറയുന്നു, പക്ഷേ നമ്മൾ സ്ക്രീൻ ചെയ്യണം, നമ്മളത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞത് ദേ വോണ്ട്. അങ്ങനെയല്ല, അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് പോയാലും അങ്ങനെ ആയിരിക്കും, നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ മനസ്സ് നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയാണ് ആ പ്രസൻറ്റേഷൻ പറയുന്നത്. ബട്ട് നമ്മൾ അത് അലാമിങ് സിംറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് റെഡ് ഫ്ലാഗ് അവരോട് കാര്യമായിട്ടുള്ളത് പറയണം. പിന്നെ ഈവൻ ബ്ലീഡിങ് ആയാലും ചില ഇപ്പം ഈ ഹാർട്ടിന് അസുഖമൊക്കെ ആയിട്ട് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ ബ്ലീഡിങ്ങിന് പല റീസൺസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ഇന്ന റീസണാണെന്നുള്ളത് അറിയാം. പലപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഈ എൻ്റെ അടുത്തേക്ക് ബ്ലീഡിങ് ആയി പേഷ്യൻ്റ് വരുമ്പം അവരെല്ലാവരും ഒരു പൈൽസിൻ്റെ ചികിത്സ എല്ലാം കഴിഞ്ഞ് വരുന്നവരാണ്. അവർക്ക് എല്ലാവർക്കും മിക്കവാറും പൈൽസാണ് ബ്ലീഡിങ്, വയറ്റിൽ നിന്ന് മലത്തിൽ കൂടെ രക്തം പോകുന്നുണ്ടെങ്കിൽ അത് പൈൽസാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറ്റി ചിന്തിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബ്ലീഡിങ്ങിൻ്റെ ഒപ്പം കഫം കൂടെ പോകും. അതൊരു ലക്ഷണമായിട്ട് നമ്മൾ എടുക്കണം. കഫം ഞാൻ എപ്പോഴും ചോദിക്കാം, അത് നമ്മളെപ്പോഴും ഹിസ്റ്ററി ചോദിക്കുമ്പോൾ ബ്ലീഡിങ് പോകുന്നുണ്ട്, അതിനോട് കഫം പോകുന്നുണ്ട് ഉണ്ടെങ്കിൽ മ്യൂക്കസ് പോവുകയാണെങ്കിൽ ഇതർ എന്തോ അവിടുത്തെ ആ മ്യൂക്കോസ ആ ലൈനിങ്ങിൽ എന്തെങ്കിലും ആവുന്നുണ്ട്. സോ ഒന്നെങ്കിൽ അൾസറായിരിക്കാം. അപ്പോൾ കഫവും പോകുന്നു ബ്ലഡും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക്കായിട്ട് അകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ഉള്ളത് തന്നെ ഉറപ്പിച്ച് തന്നെ നമ്മൾ കൊളോണോസ്കോപ്പി എന്തായാലും നിർബന്ധമായിട്ട് പറയണം. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ലൂമിനൽ ഓർഗൻസ്, അതായത് കുടലും അതിനോടനുബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളിലും ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളുണ്ടാകും. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വരുമ്പോൾ ഇപ്പോൾ പാൻക്രിയാസ്, പിത്തക്കുഴൽ, അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ രോഗിക്ക് കാര്യമായ ലക്ഷണം തുടക്കത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ മിക്കവാറും വിശപ്പില്ലായ്മയായിരിക്കാം അവരുടെ പ്രശ്നം. കുറച്ച് നാളായിട്ട് വിശപ്പില്ല. അപ്പോൾ അവരെന്തെങ്കിലും എനിക്ക് ഒരു മാസം മുന്നേ പനിയായിരുന്നു, അതിന് മരുന്ന് കഴിച്ചു, അതിന് ശേഷം വിശപ്പില്ല, അല്ലെങ്കിൽ 2 മാസം മുന്നേ പനിയായിരുന്നു. അവരതിലെ ആട്രിബ്യൂട്ട് വേറെ എന്തെങ്കിലും ഒരു കാരണത്തെ കണ്ടുപിടിച്ച് പറയാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ അത് എൻഡ് സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാക്ട് സിംറ്റംസ് ഉണ്ടാവില്ല. അപ്പോൾ വയറുവേദന ആകുമ്പോൾ സാധാരണഗതിയിൽ നോർമൽ പേഴ്സൺസ് ആകുമ്പോൾ പാൻക്രിയാസിലേക്ക് ചിന്തിക്കില്ല, ഗ്യാസിന് ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ. പിന്നെ പെയിൻ ഉണ്ടാവും, അതിനനുസരിച്ചുള്ള പാൻക്രിയാറ്റൈറ്റിസ് വരികയാണെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവും, ജോണ്ടിസ് വരും. പക്ഷേ ഇതെല്ലാം കോറിലേറ്റ് ചെയ്ത് അവർക്ക് ചിന്തിക്കണമെന്നില്ല. പാൻക്രിയാസ് അവസാനം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി അഡ്വാൻസ്ഡ്. അതൊരു പ്രശ്നമാണ്. ഇപ്പം പാൻക്രിയാസ് ഇപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ എത്ര VIPs ഇന്ത്യയിൽ ഇപ്പം പാൻക്രിയാറ്റിക് ക്യാൻസറായിട്ട് ഈ അടുത്ത് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ജോണ്ടിസ്, അപ്പോൾ അവർ മഞ്ഞപ്പിത്താകുമ്പോൾ അതും ഒരു പ്രശ്നമാണ്. മഞ്ഞപ്പിത്തത്തിൽ തുടക്കത്തിൽ എല്ലാവരും ചെയ്യുന്ന കീഴാർനെല്ലി, പക്ഷെ ഒരു കാരണവും കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ കീഴാർനെല്ലി കഴിച്ച് നാട്ടുമരുന്ന് കഴിച്ച് നാട്ടുവൈദ്യം ശരിക്കും മറ്റേ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എക്കാണ് ബേസിക്കലി. അതിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും തന്നെ അല്ല, അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ അതിൽ സ്റ്റിറോയിഡ് മിക്സ് ആകുമ്പോൾ ഫ്ലെയറപ്പ് ആവും. അങ്ങനെ താൽക്കാലികമായിട്ട് കുറയും, പിന്നെ പെട്ടെന്ന് കൂടി എന്ന് പറഞ്ഞു വരും. പക്ഷേ എപ്പോഴും ഞാനത് ഒരു ഇതായിട്ട് പറയുന്നു, ബിലിറുബിനൊക്കെ നോക്കും.
അവർക്ക് ജോണ്ടിസ് ആണ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണെന്നുള്ള കാര്യം ആണെങ്കിൽ അവരോട് പറയാം, എന്തായാലും അതിൽ ടെസ്റ്റ് എടുക്കണം. അതിൽ ഓരോ രോഗത്തിന് അതിൻ്റെ ചികിത്സയല്ല, അതിൻ്റെ സിംറ്റമാറ്റിക്, അതിൻ്റെ ഫീവർ ആണെങ്കിൽ ഫീവറിൻ്റെ പാരസെറ്റമോൾ അധികം കഴിക്കാൻ പാടില്ല, റെസ്റ്റ് എടുക്കണം. പിന്നെ വൈറസ് ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ആണെങ്കിൽ വൈറൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിനുള്ള അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്, അതും സിംറ്റമാറ്റിക് മാനേജ്മെന്റ് ആണ്. ഇപ്പം ആൾക്കാരുടെ സാധാരണക്കാരുടെ മനസ്സിൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. ബാക്കിയുള്ള റീസൺസ് അവർ ബി എൻ സി ഉള്ളത് അവർ ബി എൻ സിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ബി എൻ സി വരുന്നതും അക്യൂട്ട് വരുന്നത് കാണാറുണ്ട്, നോട്ട് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് എ. അപ്പോൾ അത് ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ഓൾറെഡി അവർ പച്ചമരുന്നൊക്കെ കഴിച്ച് ബിലിറുബിൻ ഒരു 17 പോയിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക. അപ്പോൾ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ, ബിലിറുബിൻ കൂടിയിട്ടേ കുറയുള്ളൂ. അത് ഈ പ്രശ്നം അവിടെ, അതായത് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ ലേറ്റ് ആവും, പിന്നെ അതിൻ്റെ ആ ടെസ്റ്റുകളിലേക്ക് എത്തിപ്പെടാൻ അതിനും ഒരു സമയം വരും. ഇപ്പോൾ ഈ പിത്തക്കുഴൽ ക്യാൻസർ ആണെങ്കിലും കൂടെ ജോണ്ടിസ്, അതായത് മഞ്ഞപ്പിത്തമായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ടും പേഷ്യൻ്റ് അങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ലാതെ തുടക്കത്തിൽ വരുന്ന കേസ് വളരെ വളരെ കുറവാണ്. അവിടുന്ന് അങ്ങ് അതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ അങ്ങ് ലിവർ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും പേഷ്യൻസ് അങ്ങനെ വരാറേ ഇല്ല. ഇപ്പോൾ ലിവർ ക്യാൻസർ, അപ്പോൾ മിക്കവാറും ലിവർ ക്യാൻസർ ഈ സിറോസിസിനോട് ചേർന്ന് വരുന്നത് കൊണ്ട് ഇപ്പം ഈ സിറോസിസ് കൂടുതലായിട്ട് പേഷ്യൻറ്റുകൾ സ്കാൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്നൊക്കെ പറഞ്ഞ് അതിൽ തന്നെ ഇപ്പോൾ അവർ അവയർനെസ് കൊണ്ടുവരുന്ന, നമ്മൾ ഫാറ്റി ലിവറിനുള്ളത് ഫൈബ്രോ സ്കാൻ ചെയ്യുന്നു, അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പേഷ്യൻസ് അവയറാണ്. അതേ സിറോസിസിൻ്റെ പേഷ്യൻസ് ആയാലും, സിറോസിസിൽ നിന്നാണല്ലോ സെക്കൻഡ്, ഇപ്പോൾ പ്രൈമറി അസീസിനെക്കാട്ട് കൂടുതൽ ഡെവലപ്പിംഗ് ഫ്രം സിറോസിസ്. അപ്പോൾ അവർ ഓൾറെഡി റെഗുലർ ഫോളോ അപ്പിലായിരിക്കുന്നുണ്ട്, ഏർലി സ്റ്റേജിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെരി റയർലി ഇങ്ങനെ ഫോളോ അപ്പ് മിസ്സായ കേസ് പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്, എൻ സ്റ്റേജിൽ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമായിട്ട് വരാറുണ്ട്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രോഗീനെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, അപ്പോൾ അതായത് ഒരു ക്യാൻസർ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രോഗീനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ വയറുവേദനയോ വയറ്റിൽ നിന്ന് രക്തം പോവുകയോ അല്ലെങ്കിൽ ഛർദ്ദിക്കുകയോ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് കറുത്ത് പോവുക, വയറ് വന്ന് സ്തംഭിക്കുക, വയറ് വന്ന് വീർക്കുക, പിന്നെ വെയിറ്റ് ലോസ്, ഒന്നുമില്ലാതെ വെയിറ്റ് കുറയുക, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലക്ഷണങ്ങൾ ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. വെച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി ആയുർവേദം അതൊക്കെ കഴിക്കുന്നേക്കാളും ഡയഗ്നോസിസ് ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് ആലോചിക്കുന്നതായിരിക്കും അത് നന്നായിരിക്കുക. സോ അങ്ങനെ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഇപ്പം എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മെഡിക്കൽ ഗ്യാസ്ട്രോന്ന് അത് ഇൻവെസ്റ്റിഗേറ്റ് എങ്ങനെയായിരിക്കും? ഇൻവെസ്റ്റിഗേഷൻ ഈ അന്നനാളത്തിൽ ഭക്ഷണം വിഴുങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ബേസിക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ എടുക്കണം. എന്താ വെച്ചാൽ അതിൻ്റെ കോമോർബിഡിറ്റീസ്, രക്തസ്രാവം ഉണ്ടാവും, വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് പൊട്ടാഷ്യം ഇതൊക്കെ വേരിയേഷൻ വരുന്നതുകൊണ്ട് അതെല്ലാം നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യും. പക്ഷേ ഐഡിയലി ചെയ്യേണ്ടത്, അതായത് ബ്ലഡ് ടെസ്റ്റുകൾ ആദ്യം തന്നെ എടുത്തിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് എൻഡോസ്കോപ്പിയാണ്. എൻഡോസ്കോപ്പി നമ്മൾ മാൻഡേറ്ററി ആയിട്ട് വെയിറ്റ് ലോസും വിഴുങ്ങാൻ പറ്റുന്നില്ല, അതും സോളിഡ് ഫുഡ് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം മാത്രം ഇറങ്ങി ചെല്ലുന്നുള്ളൂ, വെള്ളം കഴിച്ചാലും വെള്ളം കുടിക്കുമ്പോഴും ചുമ വരുന്നുണ്ട്, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ട് എൻഡോസ്കോപ്പി പറയണം. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മറ്റേ ക്യാമറ എടുത്തുള്ള ട്യൂബ് താഴേക്ക് ക്യാമറ എടുത്ത് എല്ലാം ഗൂഗിൾ ഡോക്ടേഴ്സ് ആണല്ലോ, അവിടെ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ സൈസിലിരിക്കും. അപ്പം ഞാൻ സാധാരണ പറയാറുണ്ട്, അത് ഞാൻ ജനിക്കുന്ന മുന്നായിരുന്നു ഇങ്ങനെ ആയിരുന്നു, ഇപ്പം അത് കുഞ്ഞായി ഇങ്ങനെ വന്നു. അതൊക്കെ നമ്മൾ ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി ഉണ്ട്, അതായത് ഈസോഫാഗോസ്കോപ്പിക്കും ക്യാപ്സ്യൂൾ ഉണ്ട്. പക്ഷെ അധികം നമ്മൾ ഇതിൽ യൂസ് ചെയ്യാറില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി സ്മോൾ ബബിൾ, അതായത് ചെറുകുടൽ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻഡോസ്കോപ്പി വൻകുടൽ, ആമാശയും ചെറുകുടലിന്റെ സ്റ്റാർട്ടിങ് വരെ നമുക്ക് നോക്കാൻ പറ്റും. അതിലവർക്ക് അതിലേക്ക് നോക്കി ബയോപ്സി എടുക്കാം. അതേപോലെ കൊളോണോസ്കോപ്പിയും വൻകുടൽ കംപ്ലീറ്റ്, ചെറുകുടലിന്റെ സ്റ്റാർട്ടിങ്ങും കുറച്ച് പേരെ നോക്കാൻ പറ്റും. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഏറ്റവും കൂടുതൽ ഉള്ളതാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. അത് നോക്കാനായിട്ട് സെപ്പറേറ്റ് മെഷീൻസ് ആണ്. എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പിയിൽ നോക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ, അഥവാ നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ സീറ്റിൽ ഇങ്ങനെ കാണുന്നു, ആ സ്ഥലത്ത് പോയി എത്തുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് സിംഗിൾ ബലൂൺ എൻട്രോസ്കോപ്പി എന്നുണ്ട്. ഈ ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മളൊരു മരുന്ന് വിഴുങ്ങുന്നു, ക്യാപ്സ്യൂൾ പോലെ ഇരിക്കും, അത് അകത്ത് ക്യാമറ ഉണ്ടാവും, അത് പോയി ഫോട്ടോ എടുത്തുകൊണ്ട് വരും. ഇന്ന സ്ഥലം, പക്ഷെ അവസാനം ഫോട്ടോ എടുത്താലും നമ്മൾ ആ സ്ഥലത്തേക്ക് നമ്മൾ വേറെ ക്യാൻസറിന് വേണ്ടിയിട്ടാണ് നോക്കുന്നു എങ്ങനെയാണെങ്കിലും ആ സ്ഥലത്ത് കണ്ടുപിടിക്കാം. ഇതേ ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ ആ സ്ഥലത്തിൽ പോയി അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായാലും അൾട്ടിമേറ്റ്ലി പേഷ്യൻറ്റിന് സ്കോപ്പി ആവശ്യമാണ്. അത് ആദ്യം തന്നെ പറയുമ്പോൾ ചിലപ്പോൾ അവർ 4 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും, അവസാനം എവിടെയെങ്കിലും പോയി എത്തി ഇത് ചെയ്യും. പക്ഷേ പേഷ്യൻസ് കൺവിൻസ് ചെയ്യാന്ന് വെച്ചാൽ അലാമിങ് സിംറ്റം, മോഷണലി ഇപ്പോൾ ബാത്റൂം പോയി കഴിഞ്ഞാൽ തന്നെ ബ്ലാക്കാണ്,
അങ്ങനെയുള്ള പേഷ്യൻസ് പെട്ടെന്ന് അവർ കൺവിൻസ് ആവും. അല്ലാത്ത പേഷ്യൻ്റ് ഇടയ്ക്ക് വരുന്നു, ഇൻ്റർമീഡിയറ്റ് ബ്ലീഡിങ് ഉണ്ടാവും, അവർ വിചാരിക്കും ചിലപ്പോൾ പൈൽസ് കൊണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ നമുക്ക് ഭയങ്കര ചില പേഷ്യൻസ് ഭയങ്കര ഡേ കെയർ ആയിട്ട് ചെയ്യുന്നതല്ലേ? അതെ ഡേ കെയർ ആണ്. പക്ഷേ ഈ പേഷ്യൻസ് നമ്മൾ ഡയറക്റ്റായിട്ട് നെയ് പേഷ്യൻസ് പറയുന്നതല്ല. അവർ ഇപ്പോൾ ഇങ്ങനെ ഗ്യാസ്ട്രോയ്ക്ക് വന്നാൽ അവർ എൻഡോസ്കോപ്പി പറയും, അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരിക്കും വരും. അപ്പോൾ 4 പേരോട് ചോദിക്കും, 4 പേര് 4 വിധം പറയും. അപ്പോൾ അതെല്ലാം പേഷ്യൻസിന് അങ്ങനെ അവർക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ ഡൗട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ പീഡിയാട്രിക് എൻഡോസ്കോപ്പി ഉണ്ട്. അപ്പോൾ ഞാൻ ചില പേഷ്യൻസ് കാണിക്കാതെ ഇത്ര കുഞ്ഞ് എൻഡോസ്കോപ്പിയേ ഉള്ളൂ. ചില പേഷ്യൻസ് പീഡിയാട്രിക് ഇടാം, പക്ഷേ പീഡിയാട്രിക് ഇട്ടിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇടുന്നതിൽ വെച്ച് ബയോപ്സി ഒന്നും എടുക്കാൻ പറ്റില്ല ഇവർക്ക്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കും, ജസ്റ്റ് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെഡേഷനിലും ചെയ്യുന്നുണ്ട്. അഥവാ സിവിയർ ബുദ്ധിമുട്ടുള്ളവർക്ക് എല്ലാ പേഷ്യൻസിനും ലോക്കൽ സെഡേഷൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ളവർക്ക് IV സെഡേഷൻ കൊടുത്തിട്ട് നമ്മൾ ഓർക്കിഡ് ചെയ്യാം. പക്ഷേ ഞാൻ പറയും, ഇത് ചെയ്യണമെങ്കിൽ ഇത് അടുത്ത സ്റ്റെപ്പിലോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എൻഡോസ്കോപ്പി അത്യാവശ്യമാണെന്നുള്ള കാര്യം പറയണം. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അന്നനാളവും ആമാശയവും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു കാലത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു 8 മണിക്കൂർ ഫാസ്റ്റിംഗ് ഒന്നും കഴിക്കാതെ വരികയാണെങ്കിൽ കാലത്ത് വന്ന് എൻഡോസ്കോപ്പി ചെയ്താൽ ഒരു 9 മണിക്ക് വരികയാണെങ്കിൽ ഒരു 10 മണി 10:30 ആകുമ്പോഴേക്കും നമുക്ക് ടെസ്റ്റും കഴിഞ്ഞ് വീട്ടിൽ പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ വേദനയില്ലാത്തൊരവസ്ഥയാണല്ലോ, അത് കൊള്ളാം. മറ്റേ കൊളോണോസ്കോപ്പിയിലെ പ്രശ്നം അങ്ങനെയല്ല. കൊളോണോസ്കോപ്പിയിൽ പ്രൊസീജിയർ കുറച്ച് നേരത്തെ ഉണ്ടാവുള്ളൂ, 10 മിനിറ്റിനുള്ളിൽ ചെയ്ത് അവസാനിപ്പിക്കും. പക്ഷേ ആ വൻകുടൽ മൊത്തം ക്ലീൻ ചെയ്ത് അതിലെ മലം മുഴുവൻ കളഞ്ഞ് വയറിളക്കി വരുമ്പോൾ ചില പേഷ്യൻറ്റുകൾക്ക് നേരം വയ്ക്കും, ചില പേഷ്യൻറ്റ് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാം. സോ അങ്ങനെയാണെങ്കിലും കൂടെ ഇപ്പോൾ കാലത്ത് വരികയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് ഡേ കെയർ പ്രൊസീജിയറാണ്. അതായത് നമ്മളിപ്പോൾ പ്രിപ്പറേഷൻ, ഇപ്പോൾ എമർജൻസി കേസ് അല്ലാണ്ട് എലക്റ്റീവ് ആയിട്ടുള്ള കേസ് നമുക്ക് നേരത്തെ പറയാം, തലേദിവസം ലൈറ്റ് ഫുഡ് എടുക്കുക, പ്രിപ്പറേഷൻ ചെയ്ത് പ്രിപ്പറേഷൻ പെട്ടെന്ന് പോവുകയാണെങ്കിൽ പ്രൊസീജിയർ 10 to 15 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ. പക്ഷേ അതിന് പ്രിപ്പറേഷൻ തലേദിവസം പേഷ്യൻസ് അണ്ടർഗോയിങ് ഇതാണ് അവർ പറയുന്നത്, ഇത്രയും മോഷൻ പോകണോ, ഇങ്ങനെ പോയാലോ നമ്മുടെ പർപ്പസ് അവിടെ പോയി അകത്ത് പോയി എന്താണെന്ന് നോക്കണം. ആ മോഷൻ ക്ലിയർ ആയാലും നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എമർജൻസി സെറ്റിങ്ങിൽ ബ്ലോക്ക് വന്നു, ബ്ലീഡിങ് അടിക്കുന്നു, അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിത്തൗട്ട് പ്രിപ്പറേഷനിലും പോയി ചെയ്യാറുണ്ട്. അത് എന്തെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ നോർമലി കൊളോണോസ്കോപ്പി വേണമെങ്കിൽ അത് പ്രിപ്പറേഷൻ എടുത്തിട്ട് പോകണം. ഡേ കെയർ പ്രൊസീജിയറായിട്ട് ചെയ്യാം. ഓവർനൈറ്റ് ഒന്ന് മരുന്ന് കുടിച്ച് കുറച്ച് പാടുപെടുന്നേ ഉള്ളൂ. പാടൊന്നുമല്ല, മോഷൻ പോകണം. നമ്മളിങ്ങനെ പറയാൻ പറ്റും, പക്ഷേ അവർ പറയും ഡോക്ടറിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പോകുന്നത് ഞങ്ങളല്ലേ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക, അതിനൊന്നും മറുപടി ഇല്ല. ബട്ട് അത് പെയിൻലെസ് പ്രൊസീജിയറാണ്. ഇത് നമ്മളെല്ലാ പേഷ്യൻസിനും കൊളോണോസ്കോപ്പി സെഡേഷൻ കൊടുത്താൽ ചെയ്യുന്നത്, കോൺഷ്യസ് ആയിട്ട് ചെയ്യാറേ ഇല്ല. സോ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പെയിൻലെസ്. അപ്പോൾ പേഷ്യൻസ് ചോദിക്കും എന്നാൽ എൻഡോസ്കോപ്പിയും ചെയ്തുകൂടെ? എൻഡോസ്കോപ്പിയും ചെയ്യാം, പക്ഷേ നമുക്ക് ഏത് കേസസാണ് സമയം കൊടുക്കുക ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ആ സെഡേഷൻ കൊടുക്കുന്ന സമയത്തിൽ എൻഡോസ്കോപ്പി കഴിയും. എൻഡോസ്കോപ്പി അധികം സമയം പിടിക്കും. സെഡേഷന്റെ കാര്യമില്ല, ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകണത്. കൊളോണോസ്കോപ്പി പക്ഷേ അങ്ങനെയല്ല, കുറച്ചും കൂടെ നീളം കൂടുതലുണ്ട് വൻകുടലിന്, മൊത്തത്തിൽ വളഞ്ഞും തിരിഞ്ഞ് കിടക്കുകയാണ്. എല്ലാ പേഷ്യൻസിനും സെഡേഷൻ കൊടുത്തിട്ട് തന്നെയാണ് അപ്പോൾ ചെയ്യുന്നത്. സോ അത് അപ്പോൾ ചോദിക്കും പെയിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കരുത്, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പറഞ്ഞ് അവസാനം ഇതൊക്കെ എല്ലാം പറഞ്ഞിട്ടും ചിലവർ മരുന്ന് കുടിക്കണമല്ലോ, നമ്മൾ ആ ബോട്ടിൽ പ്രിസ്ക്രിപ്ഷനൊക്കെ പറയും. ആദ്യത്തെ ഇതിൽ തന്നെ 10 വിളിയായിരിക്കും വരുന്നത്, ഛർദ്ദിച്ചു, കുടിക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. പക്ഷേ ഇത് ആക്ച്വലി ക്യാമറ ഭയങ്കര ചെറുതാണ്. അതായത് ഈ മൊത്തം കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ 2-2.5 സെൻറ്റിമീറ്റർ ഇതില്ല. അതിൽ ഈ ക്യാമറ, മൊബൈൽ ക്യാമറ പോലുള്ളൊരു സാധനത്തിൽ ചെറിയൊരു മോഷൻ എടുത്താൽ പിന്നെ ഒന്നും കാണില്ല, ചെയ്തത് വെറുതെ ആവുമല്ലോ. അതാണ് നമ്മൾ ഈ നിർബന്ധം പിടിക്കുന്ന പേഷ്യൻസിന്. അത് ചിലപ്പോൾ എന്താ മനസ്സിലാവാൻ പറ്റുക, എന്തുകൊണ്ടാണ് ഈ നിർബന്ധം ഇത്രയും ചെറിയ ക്യാമറയിൽ ഇത് കാണും വേണം, ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ബയോപ്സി എടുക്കണം. സോ അങ്ങനെ വരുമ്പോൾ ഫുള്ളി ക്ലീൻ ആയിട്ടുള്ള ഒരു സംഗതിയിൽ പോയി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഒരുവിധം അവയവങ്ങൾക്കെല്ലാം നമ്മളൊരു CT ചെയ്താൽ തന്നെ ഏകദേശം ഇപ്പം ലിവർ ആണെങ്കിലും കോൺട്രാസ്റ്റ് മരുന്ന് കുത്തിവെച്ചിട്ടുള്ള CT. അപ്പോൾ മരുന്ന് കുത്തിവെച്ചിട്ടുള്ള ഇപ്പം കിഡ്നിക്ക് തകരാറില്ലാത്ത എല്ലാ രോഗികൾക്കും എനിക്ക് തോന്നുന്നു മരുന്ന് കുത്തിവെച്ചിട്ടുള്ളൊരു CT എടുത്തു കഴിഞ്ഞാൽ തന്നെ പാൻക്രിയാസ് ആയാലും പിത്തക്കോയിലായാലും ലിവർ ആയാലും നല്ലൊരു ഇൻഫർമേഷൻ കിട്ടും, ചെറുകുടലായാലും നമുക്ക് ഒരുവിധം നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും അതിൽ. പക്ഷേ ബയോപ്സി നമ്മൾ എന്തെങ്കിലും ടിഷ്യൂ, ഞാൻ പറയാറില്ല, പേഷ്യൻസ് എങ്കിലും ചോദിക്കും CT എടുത്താൽ പോരെ, ഞാൻ പറയും CT എടുക്കാം, പക്ഷേ CTയിൽ എന്തെങ്കിലും ഡൗട്ട് പറയുകയാണെങ്കിൽ അവസാനം അത് പോകാൻ കൊളോണോസ്കോപ്പി തന്നെ വേണ്ടി വരും. അപ്പോൾ ചിലവർക്ക് ഞാൻ പറയാറുണ്ട്, നമുക്കൊരു ഹൈലി സസ്പീഷ്യൻ പേഷ്യൻസിൻ്റെ ഏജും ഇതൊക്കെ ചെറിയ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള പേഷ്യൻസിന് നമുക്ക് ഏകദേശം നമുക്ക് അറിയാമല്ലോ, ഇതിങ്ങനെ ഗ്രോത്ത് സസ്പീഷ്യൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു CT എടുക്കുന്നു. CT എടുത്തിട്ട് ഇവിടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നു, നമ്മൾ എന്തായാലും കൊളോണോസ്കോപ്പി വേണം. സപ്പോസ് ഒരു മെലിഗ്നൻസി രോഗമായി മാറുകയാണെങ്കിൽ നമ്മൾ ആദ്യം കൊളോണോസ്കോപ്പി ചെയ്തിട്ട് പിന്നീട് എടുക്കുന്നത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ PET CT എടുക്കേണ്ടി വരും.
അപ്പോൾ 2 പ്രാവശ്യം പോയി CT എടുക്കണം. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. CT എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അബ്ഡമൻ മാത്രം നോക്കുന്നു, കൊളോണോസ്കോപ്പി ചെയ്യുന്നു, നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർജിക്കൽ ക്യൂർ ഉണ്ടെങ്കിൽ വേറെ എവിടെയും സ്പ്രെഡ് ഇല്ല നമ്മൾ നോക്കണം. ചിലപ്പോൾ PET CT ആവശ്യം വന്നിരിക്കാം, അപ്പോൾ 2 CT അവോയ്ഡ് ചെയ്യാം. ഇതൊക്കെ പക്ഷേ പേഷ്യൻസ് ആലോചിക്കുന്നത് ഇത് ഇൻവേസീവ് അല്ലല്ലോ, അത് സാറ് 2 CT എടുത്തോളാം, കുഴപ്പമില്ല. എനിക്ക് അതായത് ഇത് ഈ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെ രീതിയിൽ ചെയ്യണം, ഏതാദ്യം ചെയ്യണം, അപ്പോൾ അത് രോഗിയുടെ ലക്ഷണങ്ങളനുസരിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. അതായത് CT ഏതെടുക്കണം, കൊളോണോസ്കോപ്പി പിന്നീട് എടുക്കണോ, എൻഡോസ്കോപ്പി ആദ്യം എടുക്കണോ, അതെല്ലാം രോഗിയുടെ ലക്ഷണങ്ങളനുസരിച്ചാണ് നമ്മൾ അതിന് എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമില്ല, നമ്മളതൊട്ട് പറയാറുമില്ല. സോ അതിൻ്റെ സീക്വൻസിങ് ഏതാദ്യം ചെയ്യണം എന്നുള്ളതാണ് ഒരു സിംറ്റംസ് വെച്ച്. ഇപ്പം പാങ്ക്രിയാറ്റിക് ക്യാൻസർ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻറ്റിന് പോയി കൊളോണോസ്കോപ്പി ചെയ്യുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ചിലപ്പം ആ പേഷ്യൻറ്റിന് ചിലപ്പോൾ ഞാൻ റയറായിട്ട് ഞാൻ ഒരു പേഷ്യൻറ്റിനെ കണ്ടിട്ട് പാങ്ക്രിയാറ്റിക് ക്യാൻസറും വൻകുടൽ ക്യാൻസറും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു അവസ്ഥ. സോ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ടും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വന്നേക്കാം. പിന്നെ ഒരു കേസിൽ ഈസോഫാഗസ് അന്നനാളത്തിലെ ക്യാൻസറും വൻകുടൽ ക്യാൻസറും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ചില മൾട്ടിഫോക്കൽ ക്യാൻസേഴ്സ് ബുദ്ധിമുട്ടാണ്, ഭയങ്കര റയറാണത്. വല്ലപ്പോഴും ഒരിക്കൽ ഇപ്പോൾ 17 വർഷത്തിൽ ഞാൻ ആകെ ഇങ്ങനെ വ്യത്യാസപ്പെട്ട ഒറ്റ കേസേ കണ്ടിട്ടുള്ളൂ. സോ അങ്ങനെ ചിലപ്പോൾ വന്നേക്കാം, അത് ഭയങ്കര റയറാണ്. അതർവൈസ് നമുക്ക് ഈ 3 ടെസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ തന്നെ മിക്കവാറും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇനീഷ്യൽ നമുക്ക് എല്ലാ മോസ്റ്റ്ലി ഇൻഫർമേഷൻസ് കിട്ടാൻ പറ്റും. അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ എന്തായാലും എൻഡോസ്കോപ്പി ആൻഡ് കൊളോണോസ്കോപ്പിയിൽ കിട്ടാറുണ്ട്. കൺഫർമേറ്ററി ബയോപ്സി എടുക്കുക എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അന്നേരത്തിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ, വളർച്ച ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുക്കും. ചിലപ്പോൾ ഗ്രോത്ത് ഒന്നും ആയിരിക്കില്ല, വെബ് എന്ന് പറയും. എല്ലാ പേഷ്യൻസും ഈ ബുദ്ധിമുട്ട് വിശപ്പിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഇല്ല എന്ന് പറഞ്ഞു വരുന്നവർക്ക് ക്യാൻസർ ആവണമെന്നില്ല. വെബ് ഒത്തിരി അൾസറായിട്ട് അവിടെ ആ ഭാഗം ദ്വാരം ചുരുങ്ങും, അങ്ങനത്തെ ഒരു അവസ്ഥയിലും വരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ ഒരു സിമ്പിൾ എൻഡോസ്കോപ്പി ചെയ്താൽ തീരേണ്ട കാര്യമുള്ളൂ. ഇതിന് മൂക്കൊക്കെ വളച്ച് തിരിച്ച് CT എല്ലാം എടുത്ത് CT ഒക്കെ നോർമലായിരിക്കും. അപ്പോൾ പറയും CT നോർമൽ, എന്താ ഡോക്ടറെ? ഞാൻ പറഞ്ഞില്ല, ആദ്യം എൻഡോസ്കോപ്പി ചെയ്താൽ മതിയായിരുന്നു, എന്നാൽ എൻഡോസ്കോപ്പിക്ക് പോവാം. അപ്പോൾ പിന്നെ മനസ്സിലാവും ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് സ്ട്രിക്ചർ ആ ദ്വാരം ചുരുക്കമായിരിക്കും, ആ ചുരുക്കം ഒന്ന് വിരിച്ചു കൊടുത്താൽ മതി, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. സോ എല്ലാ സിംറ്റംസും ക്യാൻസർ ആവണമെന്നില്ല, ക്യാൻസർ ഉള്ളവർക്ക് സിംറ്റം ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇപ്പം ഇതിപ്പോൾ നമ്മളിപ്പം പേഷ്യൻറ്റിനോട് പറഞ്ഞപ്പോൾ നമ്മളിതൊരു ക്യാൻസർ, പിന്നെ സംഗതി ഗൗരവം ഇതുവരെയ്ക്കും ഉള്ള പോലെയല്ല. ഇപ്പോൾ ക്യാൻസർ എന്നൊരു വാക്ക് നമ്മൾ പേഷ്യൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ ബയോപ്സി എടുത്ത് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരുന്നത്, ഡോക്ടറെ ഇത് ശരീരം മുഴുവൻ പരന്നിട്ടുണ്ടോ, സ്പ്രെഡ് ആയിട്ടുണ്ടോ? ആ ഒരു ചോദ്യം വലിയൊരു ചോദ്യമാണ്. കാരണം അതിന് ഒരു ഉത്തരം കിട്ടുന്നവർക്ക് അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. സോ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത കേസിൽ ഈസോഫാഗസ് ഒക്കെ ആണെങ്കിൽ സ്പ്രെഡ് നമ്മളൊരു പെറ്റ് സ്കാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. പണ്ടിപ്പം കുറേ കൂടെ CT ഹോൾ ബോഡി ചെയ്തെങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഇപ്പോഴും പെറ്റ് സ്കാൻ. ഡോക്ടർ ഫിലിപ്പ് എല്ലാ കേസിലും പെറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? അല്ല, മാൻഡേറ്ററി അങ്ങനെ ആക്ച്വലി ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ സർജൻസ് അല്ലെങ്കിൽ GI അവരുടെ വർക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കുറേ കൂടെ വരുന്നത്. പക്ഷേ ഒരു മെറ്റാസ്റ്റാറ്റിക് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു സംശയങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ലിവറിൽ ചെറിയ തടിപ്പുണ്ട്, പക്ഷെ അത് ക്യാൻസർ ആണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സസ്പിഷ്യസ് ആയിട്ടുള്ള ഇതിനകത്തൊക്കെ സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പെറ്റ് CT എന്തായാലും ചെയ്യണം. മാൻഡേറ്ററി ചെയ്തോളെന്ന് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈസോഫാഗസ് അന്നനാളത്തിലൊരു ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അങ്ങനത്തെ ഒരു ഗൗരവമുള്ളൊരു കേസിൽ 100% ഷുവർ ആയിരിക്കണം നമുക്ക് സ്പ്രെഡ്. ഇപ്പം അങ്ങനെയുള്ള കേസുകളിൽ പെറ്റ് വളരെ അതേസമയം വൻകുടൽ പോലെ പരക്കാൻ സാധ്യത കുറവുള്ള കേസുകളുണ്ട്. അതിൽ ആസച്ച് വൻകുടൽ സ്പ്രെഡ് ആവാൻ സാധ്യത കുറവുള്ള ക്യാൻസർ, അതിലൊന്നും പെറ്റ് ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും കൊളോണോസ്കോപ്പി ആദ്യം ചെയ്യുക. ക്യാൻസർ അങ്ങനെ ഇതായിട്ട് വേർതിരിച്ച് പറയില്ല, പക്ഷേ ക്യാൻസറിൽ ഏറ്റവും നല്ലത് ചീത്തയെന്നല്ല, കോളൻ ക്യാൻസർ ഇസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. അതെല്ലാവർക്കും അറിയില്ല. ബാക്കിയുള്ള അവിടെ ക്യാൻസർ വരുന്നതിനെക്കാട്ടും ഇവിടെ ഉള്ള ക്യാൻസർ അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യൂറബിളാണ്. അത് എത്ര നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുന്നോ ആ ടൈം ഫാക്ടർ അവർ മനസ്സിലാക്കണം. ബാക്കിയുള്ള ക്യാൻസർ പോലെ അല്ല. അപ്പോൾ പറയും ക്യാൻസർ നല്ലതാണോ, അങ്ങനെയല്ല പറയുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ പേഷ്യൻസോട് നമ്മളിപ്പോൾ എക്സാമ്പിളാക്കി പറയണം. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ക്യാൻസർ തരും, എനിക്ക് കോളൻ ക്യാൻസർ തരും എന്ന് ഞാൻ ചോദിക്കും. എന്താ വെച്ചാൽ അത് ക്യൂർ ചെയ്യാൻ പറ്റും, അങ്ങനെ പറയും. ഇങ്ങനെയൊക്കെ ഒരു പറയുമ്പോൾ പേഷ്യൻസിന് ഒരു ആശ്വാസം കിട്ടും. അവർക്ക് ആ ക്യാൻസർ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ പല പേഷ്യൻസോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ വിൽ ബി ഹാപ്പി. അറ്റ്ലീസ്റ്റ് വി ആർ ഗിവിങ് ദം സം ഹോപ്പ്. ഒരു മോട്ടിവേഷനും ആവും. അതുപോലെ പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ CT സ്കാനിൽ ഒട്ടും
പരന്നിട്ടുള്ളത് ഇല്ലാത്ത ഒരു ക്യാൻസറാണ്, എസ്പെഷ്യലി വൻകുടലിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ പെറ്റിന് വിടുന്നതിൽ അർത്ഥം ഉണ്ടെന്ന് അല്ല തോന്നുന്നു. സി ടിയിൽ ആവശ്യമില്ല. നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സി ടി പറയൂ. സി ടിയിൽ നമ്മളിപ്പോൾ ഒരു കൊളോണോസ്കോപ്പി ചെയ്തു, ക്യാൻസറാന്ന് കണ്ടു, പിന്നെ നമ്മൾ സി ടി ചെയ്ത് നോക്കി, സി ടിയിൽ കാര്യപ്പെട്ട ഒരു സ്പ്രെഡ് ഇല്ലാത്തൊരു പേഷ്യൻറ്റിനെ പിന്നെ പെറ്റ് ചെയ്യുന്നതിൽ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈവൻ ചില ട്യൂമർ മാർക്കേഴ്സ് ഒക്കെ നമ്മൾ 1-2 കുടൽ സംബന്ധമായ ക്യാൻസറിൽ ഇപ്പോൾ ചെയ്യുന്ന കുടലിലാണെങ്കിൽ CA എന്നുള്ള ട്യൂമർ മാർക്കർ, പിന്നെ ഇപ്പം ലിവറിലാണെങ്കിൽ AFP അല്ലെങ്കിൽ അതെല്ലാം ബ്ലഡ് ടെസ്റ്റുകളാണ്. ബ്ലഡ് ടെസ്റ്റുകൾ. അപ്പോൾ അതിലിപ്പോൾ ചിലർക്ക് ഇപ്പോൾ CA ഒക്കെ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നു. അപ്പോൾ പക്ഷേ സ്കാനിൽ അത്ര CT കാണുന്നില്ല. അപ്പോൾ ഒരു സംശയമുണ്ട് വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ളവർക്ക് ഇത് പറഞ്ഞ പോലെ ഡീറ്റെയിൽ ട്യൂമറിന്റെ ആ ഒരു വളർച്ചയും സ്പ്രെഡിനനുസരിച്ച് കൂടുന്ന ബ്ലഡ് ടെസ്റ്റുകൾ. അപ്പോൾ അത് അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ സംഗതി ഇതാണെന്നുള്ളത്. പിന്നെ ഈവൻ ബയോപ്സി, ഇപ്പം ലിവർ ക്യാൻസറിൽ ഇപ്പം സിറോസിസ് ഉള്ള ഒരു രോഗിയാണ്, ലിവറിൽ തടിപ്പുണ്ട്, അതിൻ്റെ CT ഫീച്ചേഴ്സ് പ്ലസ് ട്യൂമർ മാർക്കർ കൂടുതലാണെങ്കിൽ ഈവൻ ബയോപ്സി ഇല്ലാണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പാൻക്രിയാസിലും അങ്ങനെ തന്നെ, പാൻക്രിയാസിലും ഇപ്പോൾ നിർബന്ധമില്ല. പക്ഷേ ചില കേസുകൾ ഈ ഡയഗ്നോസ്റ്റിക് ഡയലമായിട്ട് വരും. ഈ ലിവർ ക്യാൻസറിൽ നമ്മൾ ഒരു ഡയഗ്നോസ്റ്റിക് മാർക്കർ അല്ല, പ്രോഗ്നോസ്റ്റിക് ആയിട്ട് AFP നമ്മൾ വെക്കാറുണ്ട്, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ. അപ്പോൾ എനിക്കൊരു പേഷ്യൻ്റ് ഇങ്ങനെ ഉണ്ടായി. പേഷ്യൻ്റ് ഹെപ്പറ്റൈറ്റിസ് B പോസിറ്റീവാണ്, മരുന്ന് എവിടെയും കഴിച്ചിട്ടില്ല, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആൽഫ ഫീറ്റോ പ്രോട്ടീൻ 4000 ആണ്. ലിവർ സിറോട്ടിക് എന്ന് വെച്ചാൽ ചുരുക്കമുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ 2 പ്രാവശ്യം ആ പേഷ്യൻ്റ് എല്ലാവിടെയും റൗണ്ട് അടിച്ചിട്ടുണ്ട്. മിക്കവാറും വലിയ ഹോസ്പിറ്റൽസിലൊക്കെ റൗണ്ട് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ പേഷ്യൻ്റെ ഇന്നൊരു ബ്രദറിനെ ഞാൻ ട്രീറ്റ് ചെയ്തിരുന്നു, ക്യാൻസറസ് ലീഷനാണ്, വേറെ ക്യാൻസറിന് വേണ്ടി ട്രീറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ആൽഫ ഫീറ്റോ പ്രോട്ടീനെ കൂടി ഇപ്പോൾ ഞാൻ ആദ്യം ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് കുറവാണോ, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ കുറയേണ്ട കാര്യമില്ല. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ DNA ഭയങ്കര വൈറസ് ഹെവി ലോഡായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പേഷ്യൻ്റ് 1 മാസം കഴിഞ്ഞ് വന്നു, അപ്പോഴും കുറയുന്നില്ല. ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയുന്നത് 4000 3000 ആയി. അപ്പോൾ ഇതെന്താ കുറയാത്ത? അപ്പോൾ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് CT എല്ലാം എടുത്തു. CTയിലൊന്നും ഫൈൻഡിങ് ഒന്നുമില്ല. ഞാൻ അടുത്ത് പിന്നെ നമ്മൾ നോർമലി പറയുന്നത് ബയോപ്സി. അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. ആ EUS എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ടാർഗറ്റഡ് ഏത് സ്ഥലമാണോ അവിടെ പോയി 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ ഗ്യാപ്പിൽ പോയി നമുക്ക് സ്കാൻ ചെയ്യാം എൻഡോസ്കോപ്പി മുഖാന്തരം. അപ്പോൾ അതിൽ നിന്ന് ബയോപ്സി എടുക്കാം. അപ്പോൾ EUS ഗൈഡഡ് ബയോപ്സി ഞാൻ അഡ്വൈസ് ചെയ്തിരുന്നു. പേഷ്യൻ്റ് ഓക്കെ ആയിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ നമുക്കറിയാമല്ലോ, ബാക്കിയുള്ളവരൊക്കെ പുള്ളിയുടെ വേറൊരാൾ കൊൽക്കട്ടയിൽ ഫേമസ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്. സാറിൻ്റെ അവിടെ അവിടെ ആ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ട് ഒപ്പീനിയൻ എടുത്തോളൂ, പോയി ചെയ്തിട്ട് വേണമെങ്കിൽ വന്നാലും മതി, റിപ്പോർട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പേഷ്യൻസ് അവിടെ പോയി ജസ്റ്റ് ഒന്ന് വേറെ ഏതോ കാണാൻ വേണ്ടി പോയി. ആളും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ വേണ്ട ഞാൻ നാട്ടിൽ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ആ പേഷ്യൻ്റ് പോസ്റ്റ് ചെയ്തിരിക്കുക US ഗൈഡഡ് ബയോപ്സിക്ക്. സോ അങ്ങനെയൊക്കെ ചിലപ്പോൾ അത് പക്ഷേ ഇതൊക്കെ പേഷ്യൻ്റ് ഈ ബയോപ്സി നമ്മൾ പറഞ്ഞ് നമ്മളുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞ് വന്ന് എത്താനുള്ള സമയം ഇപ്പോൾ ഏതായാലും ഞാൻ പറയുന്ന പേഷ്യൻസിന് 3 മാസമായി. 3 മാസം എന്നൊക്കെ പറഞ്ഞാൽ ട്യൂമറിന്റെ ഡബ്ലിംഗ് ടൈമാണ്. അപ്പോൾ അതിനി ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഒരു സീറ്റിംഗ് കൂടി ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്തായാലും US ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ ഫൈൻഡിങ് ഉണ്ടോ എന്ന് നോക്കാം. ചില പേഷ്യൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട്, 3 മാസം 4 മാസം വരെ ചെയ്തുള്ളൂ, ഇപ്പോൾ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്കത് എത്ര പെട്ടെന്ന് അത് കൂടും എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇതെല്ലാം മിക്കവാറും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മിക്കവാറും ഡയഗ്നോസൊക്കെ എല്ലാം ആയിട്ടുണ്ടാവും. പിന്നെ സർജറി ഓപ്ഷൻസിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കുന്നത് വയറിൻ്റെ ഉള്ളിൽ വരുന്ന ഏത് ടൈപ്പ് ക്യാൻസർ ആണെങ്കിലും അത് അവസാനമല്ല ആദ്യമേ തന്നെ അതിൻ്റെ സർജറിയാണ് അതിൻ്റെ ചികിത്സ. അതിന് ഈവൻ ഒരു ഓങ്കോളജിയുടെ അടുത്ത് പോയാലും സർജറി മെജോറിറ്റി ക്യാൻസേഴ്സിന് അത് എടുത്ത് മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് ക്യൂറേറ്റീവ്. ഞാൻ ക്യാൻസർ പറയാറേ ഇല്ല, ബയോപ്സി വരെ വെയിറ്റ് ചെയ്യും. ഈവൻ ബയോപ്സി വരുന്ന വരെ പറയില്ല. ട്യൂമർ തടിപ്പ് മുഴ ക്യാൻസർ ബാക്കിയുള്ളതെല്ലാം പറയും, ആ വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പറഞ്ഞുകൂടി ആൾക്കാർ പിന്നെ ബ്ലാങ്ക് ആവും. ബ്ലാങ്ക് ആവുന്നല്ല, ഒന്നെങ്കിൽ അവർ ബ്ലാങ്ക് ആയി, ഒന്നെങ്കിൽ എവിടെയും പോവാണ്ട് ഒരു ഇതായി പോവും. എനിക്കൊരു പേഷ്യൻ്റ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ, ഒരു പോളിപ്പായിരുന്നു, സൂസൈഡ് ചെയ്തു. ആണല്ലേ? ഓഹ്, പേടിച്ചിട്ട് അടുത്ത ദിവസം ഇവിടെ നമ്മളവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ പോളിപ്പായിരുന്നു. പോളിപ്പ് എന്നുള്ള കാര്യം എടുത്തും കളഞ്ഞു ഞാൻ കൊളോണോസ്കോപ്പിയിൽ. ഓൾറെഡി പേഷ്യൻ്റ് ഡിപ്രഷനിലായിരുന്നു, പേഷ്യൻ്റ് സൂസൈഡ് ചെയ്തു. അടുത്ത ദിവസം മോൻ വിളിച്ച് പറഞ്ഞു ബയോപ്സി റിപ്പോർട്ട് എന്തായി സാറിന്. പോലീസ് എൻക്വയറി ഉണ്ടായിരുന്നു, കൊളോണോസ്കോപ്പി ഞാൻ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ടൊക്കെ വരുന്ന വരെ തന്നെ പ്രൊസീജിയർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് പേഷ്യൻ്റ് സൂസൈഡ് ചെയ്തു. അത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത്
എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആർക്കും. അതും ചോദിക്കണ്ടോ ഈ പറഞ്ഞ നമ്മളിപ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എന്തെങ്കിലും ക്യാൻസറസ് ലീഷനോ അത് ഒന്നുമില്ല, സിമ്പിൾ പോളിപ്പ്. അത് പേഷ്യൻറ്റോടൊന്നും പറഞ്ഞില്ല. പേഷ്യൻ്റ് ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നു പറഞ്ഞ് മോനോട് വിളിച്ച് സാധാരണ എപ്പോഴും വിളിച്ച് കാണിക്കാറുണ്ട് എന്താ എടുത്തത്, എന്താ എടുത്തത്. സിമ്പിൾ പോളിപ്പാണ്, അഡിനോമാണ്. അപ്പോൾ അത് എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കംപ്ലീറ്റ് റിമൂവല്ല. എന്നിട്ട് നമ്മളെവിടെ മലക്കുടലല്ലേ നിർത്തിയത്? ആ അവിടെ നല്ല മലക്കുടത്തിൽ അവിടെ ഓക്കെ ട്രീറ്റ്മെൻറ്റ് എത്തി നിൽക്കുകയാണ് ഞങ്ങൾ. ട്രീറ്റ്മെൻറ്റ് എത്തിയിട്ട് ട്രീറ്റ്മെൻറ്റില്ല. ആ ട്രീറ്റ്മെൻറ്റില്ല. സർജറി ചെയ്തുകൊണ്ടിരിക്കുക. അത് കേട്ടിട്ട് അവർക്ക് എന്ത് കാര്യമുണ്ട് വേറെ മനസ്സിലായില്ലേ? ബേസിക്കലി വെല്ലോൻ്റെ സഫറിങ് കേൾക്കാൻ ഇഷ്ടമാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ആറ്റിറ്റ്യൂഡ്. പക്ഷേ അതുകൊണ്ട് അവർക്ക് ഒന്നും നേടാനില്ലല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലായോ സൈക്കോളജി? നിങ്ങൾ ഈ ഒരു പേഷ്യൻ്റ് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുക, അവനത് കേൾക്കും, അങ്ങനെ സംഭവിച്ചു, അവനത് അപ്പം മറക്കും. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതിൽ നിന്ന് അവൻ എന്താ വേറൊരുത്തിന് ഇങ്ങനെ ഒരു സഫറിങ് വന്നല്ലോ എന്ന് കേട്ടിട്ട് അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു വികാരം ആ മരിച്ചവനോട് തോന്നുന്നു. ഞാനൊരു ഡോക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുന്നത് നിങ്ങൾ. അതായത് വി ആർ എൻജോയിങ് അതേഴ്സ് സഫറിങ്. മറ്റവന് അങ്ങനെ കഷ്ടം വന്നത് കേട്ടിട്ട് അങ്ങനെ കഷ്ടം വന്നല്ലോ എന്ന് ഒറ്റ എക്സ്ക്ലമേഷനാണ് അതിൽ നമുക്ക് അവനോടൊരു സഹതാപം, അവനോട് ഒന്നും തോന്നുന്നില്ല. പക്ഷെ അതിലൊരു ചെറിയ പ്ലഷർ ഉള്ളതുകൊണ്ടല്ലേ നമ്മളത് കേൾക്കുന്നു. അത് മനസ്സിലായോ നിങ്ങൾക്ക്? അതിൻ്റെ പോയിൻ്റ് മനസ്സിലായോ? ഒരു ചെറിയൊരു സന്തോഷം, അവന് അങ്ങനെ പറ്റില്ലോ. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മലയാളീസിന് ഏറ്റവും പ്രശ്നം പിടിച്ചൊരു ആറ്റിറ്റ്യൂഡ്. അതേസമയം ഇത് കേട്ടിട്ട് നാളെ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഞാൻ പോയി ഇതൊക്കെ ചെയ്യണം എന്നുള്ള അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ഒരിക്കലും ഒരു തെറ്റില്ല. ഞാൻ അംഗീകരിക്കുന്നു. ഇങ്ങനത്തെ കേൾക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. ആ ഇങ്ങനത്തെ കേൾക്കാൻ താല്പര്യമുള്ളത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്കൊരു വികലമായൊരു മനസ്സ് നമ്മുടെ അടിത്തട്ടിലുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ ഒരു സങ്കടത്തിൽ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളത് കാണാൻ ശ്രമിക്കുമോ? നമ്മളത് കാണാൻ ശ്രമിക്കില്ല ഒരിക്കലും. നമ്മളെന്ത് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം, ഇന്ത്യയിലെ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെടിവെച്ചു, ഇവിടെ കുത്തി. അത് ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് തോന്നുന്നത്? അവിടെ ആത്മഹത്യ ചെയ്തു, ഇവിടെ വെട്ടിക്കൊന്നു. ആ സമയത്ത് നിങ്ങൾ ദൂരദർശൻ്റെ ന്യൂസ് കേട്ടിട്ടുണ്ടോ? പോസിറ്റീവ് മാത്രമേ പറയുള്ളൂ. അതാണ്. അപ്പോൾ എൻ്റെ കുട്ടി ഒരു ദിവസം എന്നോട് ചോദിച്ചു, അച്ഛാ റേഡിയോ ന്യൂസിനെ കുറിച്ചൊരു എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഓൺ ചെയ്യും, നേരെ ആകാശവാണി ഓൺ ചെയ്യും. അതിൽ കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യ നല്ലൊരു രാജ്യമാണെന്നും ഇന്ത്യയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തമാശയല്ലേ പറഞ്ഞ് തോന്നൂല്ലേ? പക്ഷെ അതാരെങ്കിലും കാണുമോ? ആർക്കും ഇഷ്ടമില്ല. ആൾക്കാർക്ക് എന്താ വേണ്ടത്? ആ 2 വെട്ട് 3 കുത്ത്, ആന ചവിട്ടി, അല്ലെങ്കിൽ ഇതൊക്കെ. സോ നമ്മുടെ മനസ്സിൻ്റെ എവരിബഡി സേസ് ദാറ്റ് ഇഫ് യു ഗോ ടു. ഇപ്പം എൻ്റെ ഫാദറിൽ ഇസ്രയേലിൽ പോയപ്പം ഇസ്രയേലിൻ്റെ ഫ്രണ്ട് പേജിൽ എന്താണെന്നറിയാമോ? ഒരു ഇസ്രയേലി പയ്യൻ ഫസ്റ്റ് റാങ്ക് വാങ്ങി, അവനവിടെ മിസൈൽ വിട്ടു, അവൻ പുതിയത് കണ്ടുപിടിച്ചു. ഈ വക കാര്യങ്ങൾ, അതായത് അവൻ ഉണ്ടാക്കിയിട്ടുള്ള ഇന്നോവേഷൻസും അവൻ്റെ ഇതുകളാണ് ഫ്രണ്ട് പേജിൽ നിർബന്ധമായിട്ട് കൊടുക്കുള്ളൂ. ഇപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ആത്മഹത്യയുടെ ന്യൂസ് ഫ്രണ്ടിൽ കൊടുക്കാൻ സമ്മതിക്കില്ല. അത് ഒന്നിൽ ലാസ്റ്റ് അല്ലെങ്കിൽ കൊടുക്കാനേ സമ്മതിക്കില്ല. സോ അതെല്ലാം ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ. നമുക്കൊക്കെ എന്തോ കേരളത്തിൽ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേറൊരു ഇത് മനസ്സിലായോ? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അവരെ കാറ്റർ ചെയ്തേ തീരൂ. ബിക്കോസ് യു ആർ ജസ്റ്റ് എ പ്രൊഡ്യൂസേഴ്സ്. നിങ്ങൾ ഈ വീഡിയോ അവരെ പ്രസൻറ്റ് ചെയ്തേ തീരൂ. പക്ഷെ ആ കാണുന്നവൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഒരു അവനങ്ങനെ അങ്ങനെ പറഞ്ഞു അല്ലേ? യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ നിർത്തിയത് മലക്കുട ക്യാൻസറിൻ്റെ അവിടെ അല്ലേ? സർജറി സീക്വൻസിങ് നമ്മൾ എത്തി. സ്റ്റാർട്ട് ചെയ്തിട്ടേ? അപ്പം റണ്ണിങ് ആണല്ലേ? ഓ അത് ശരി. അപ്പോൾ ഇപ്പം മലക്കുടൽ ക്യാൻസർ ഞാൻ അതാണ്. അപ്പോൾ അതിലൊരു സീക്വൻസിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആദ്യം റേഡിയേഷൻ വേണം, അത് കഴിഞ്ഞ് സർജറി. പക്ഷെ എന്നിരുന്നാലും അതിൽ സർജറിയാണ്. സർജറി ക്യൂറേറ്റീവ്. എപ്പോഴും സർജറി ചെയ്തത് എടുത്ത് കളഞ്ഞാൽ തന്നെ അത് 100% മാറുന്നുള്ളൂ ബേസിക്കലി. ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പം വയറിനുള്ളിൽ വരുന്ന ക്യാൻസറുകളെ കുറിച്ചൊന്നും പേഷ്യൻ്റ് അങ്ങനെ അത്രയും വറി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ വറി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതല്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വറി ചെയ്യേണ്ട. ഇപ്പം പിന്നെ സർജറി എന്നൊക്കെ പറയുമ്പോൾ പണ്ട് വയറ് മൊത്തം കീറി, ഇപ്പം എല്ലാം കീഹോളാണ്.
അതുകൊണ്ട് കീഹോളാകുമ്പം വേദന ഉണ്ടാവില്ല. ക്യാൻസർ സ്പ്രെഡ് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് 3 ആഴ്ചയിൽ ജോലിക്ക് പോകും, അതിൽ സംശയം. ഈവൻ അഡ്മിഷൻ വരെ 2-3 ദിവസം മാക്സിമം 5 ദിവസത്തിനുള്ളിൽ പരിപാടി എല്ലാം. ഇപ്പം വൻകുടൽ ക്യാൻസർ ആണെങ്കിലും നമുക്ക് ചെറുകുടലാണെങ്കിലും ഇൻക്ലൂഡിങ് ആമാശയാണെങ്കിലും നമ്മൾ 5 ദിവസം 6 ദിവസം കഴിയുമ്പോൾ കീഹോളിൽ കൂടെ ചെയ്ത് വീട്ടിൽ വിടും. പിന്നെ മാക്സിമം ഒരു 2 ആഴ്ച റെസ്റ്റ് എടുത്ത് 3 ആഴ്ചയിൽ പേഷ്യൻറ്റ് റെഡിയായിരിക്കും. അതിലൊരൊറ്റ 1-2 പ്രശ്നങ്ങളെ വരുന്നുള്ളൂ. ഒന്ന് അന്നനാളത്തിലെ ക്യാൻസർ, അത് സമയം പിടിക്കും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്വാഡ്രൻറ്റ് സർജറി അല്ലേ, അപ്പോൾ കഴുത്ത് തുറക്കേണ്ടി വരും, നെഞ്ചൂട് തുറക്കേണ്ടി വരും. തുറക്കുക എന്ന് പറഞ്ഞാൽ കീഹോളിൽ കൂടെ തന്നെ, പിന്നെ വയറും, അങ്ങനെ 3 ക്വാഡ്രൻ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് അതൊരു വലിയൊരു ശസ്ത്രക്രിയയായിട്ട് മാറാണ്. അതേപോലെ പാങ്ക്രിയാസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനേജ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അതിനൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാങ്ക്രിയാസ് നമ്മൾ മുറിച്ചിട്ട് നമ്മൾ തുന്നി ചേർക്കുമ്പോൾ യാതൊരു ബന്ധമില്ലാത്ത 2 അവയവങ്ങൾ തമ്മിൽ തുന്നി ചേർക്കുന്നത്. ഇപ്പം ചെറുകുടലാണെങ്കിൽ മുറിച്ച് കഴിഞ്ഞാൽ 2 ചെറുകുടലങ്ങ് ചേർക്കാം, വൻകുടലാണെങ്കിൽ 2 വൻകുടൽ. ഇത് അങ്ങനെയല്ലല്ലോ. പാങ്ക്രിയാസ് എന്ന് പറഞ്ഞൊരു സോളിഡ് ഓർഗൻ്റെ കൂടെ ചെറുകുടൽ കൊണ്ടുപോയി യാതൊരു ബന്ധമില്ലാത്തൊരു അവയവം തുന്നി ചേർക്കുക. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ അതിനുണ്ടാവും. ബാക്കിയെല്ലാം അത്രയൊരു കീഹോളാകുമ്പോൾ അത്ര ഒരു പ്രശ്നമില്ല. സർജൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് കുറേ ചലഞ്ചിങ് ആയിട്ടുള്ളതും ഇങ്ങനത്തെ പാങ്ക്രിയാറ്റിക് സർജറികൾ തന്നെയാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അത് കീഹോളിൽ കൂടെ ചെയ്യാൻ നമ്മൾ എല്ലാം കീഹോളിൽ കൂടെ ചെയ്യാം. ഭയങ്കര വ്യത്യാസം. അത് പേഷ്യൻറ്റ് ഭയങ്കര സുഖമാണ്. വേദന എന്ന് പറഞ്ഞൊരു എലമെൻ്റ് എടുത്ത് കളയാണല്ലോ. പിന്നെ അത് ഹീലിങ്ങിൻ്റെ പ്രശ്നമല്ലേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും അത് കീഹോളിൽ കൂടെ ചെയ്ത് 3-4 ദിവസം കഴിയുമ്പോൾ പേഷ്യൻറ്റ് വിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ ഞാൻ പറയും നേരെ ഡോക്ടർ ഫിലിപ്പിനെ പോയി കാണാനായിട്ട്. ഇപ്പോൾ അങ്ങനെയാണ് സിറ്റുവേഷൻ. നമ്മളങ്ങനെ അധികം നമ്മുടെ കീഴിൽ ടിഷ്യൂ റിപ്പോർട്ട് കഴിഞ്ഞാൽ അതുവരെ ടിഷ്യൂ റിപ്പോർട്ട് വരെ നമ്മൾ കിട്ടില്ലല്ലോ. ടിഷ്യൂ റിപ്പോർട്ട് വേണം. ടിഷ്യൂ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് നോക്കുമ്പോൾ നമുക്കറിയാം സർജിക്കൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ സർജിക്കൽ ഓപ്ഷൻ, അല്ലാതെ പക്ഷത്ത് ആ ഒരു ഫാസ്റ്റ് ട്രാക്കിങ് ഭയങ്കര നല്ലതാണ്. പേഷ്യൻറ്റ് പെട്ടെന്ന് ചെയ്ത് ഈവൻ ഇതിപ്പം ആൾക്കാർ വിചാരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആളല്ല ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ഒരു ക്യാൻസർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അപ്പോൾ തന്നെ റേഡിയേഷനോ അല്ലെങ്കിൽ സർജറി കീമോ എല്ലാവരും ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കണം. ചുമ്മാ നമ്മൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ഹ്യൂമൻ ബീങ് ആണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. അടുത്തിൻ്റെ ഒരാൾക്കാണ് ചെയ്തത്, നമുക്കും ഇത് ഇൻവോൾവ് എവരിവൺ. അങ്ങനെ ഒരു പ്ലാനിങ് വെച്ചിട്ടാണ് ഒരു ട്യൂമർ ബോർഡ് കൂടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് തന്നെ ഉള്ളൊരു തീരുമാനമായിരിക്കണം. ഞാൻ ക്യാൻസർ പോലത്തെ ഒരു ഗൗരവമായിട്ടുള്ളൊരു അസുഖത്തിനെ ഡീൽ ചെയ്യുമ്പോൾ പിന്നെ അത്രയും മുന്നേ അങ്ങനെ ചെയ്യാമായിരുന്നു. ഇപ്പം പേഷ്യൻസ് തന്നെ ചെന്ന് പറയും സാറേ അങ്ങനെയായിരുന്നെങ്കിൽ അന്നത് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് പിന്നീട് നമ്മളോട് ചോദിക്കും. അത് നമുക്ക് അങ്ങനെ, അതായത് എല്ലാം വേണ്ട എന്നൊക്കെ പറയുന്ന രോഗി പല പേഷ്യൻ്റ് എന്നോട് പറയും ഡോക്ടറെ അന്ന് നമുക്ക് അങ്ങനെ അന്ന് ചെയ്യാമായിരുന്നു അല്ലേ, അവർ തന്നെ വേണ്ടാന്ന് പറഞ്ഞായിരിക്കാം. സോ അങ്ങനൊരു ഇതിനൊരു ഇട നമ്മൾ കൊടുക്കരുത്. അപ്പം ഞാൻ ആക്ച്വലി സർജറി കഴിഞ്ഞാൽ പിന്നെ 3 കീഹോളൊക്കെ ആകുമ്പോൾ നമുക്ക് 3 ആഴ്ച കഴിഞ്ഞാൽ റിവ്യൂ വരും. റിവ്യൂ വന്നാൽ ഒട്ടും നമ്മൾ സമയം, അതൊരു അഡ്വാൻറ്റേജാണ് കീഹോളിൻ്റെ. അതായത് ഓപ്പൺ സർജറി ആകുമ്പോൾ 1.5 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കീമോതെറാപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ആലോചിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം 3 ആഴ്ച കഴിഞ്ഞാൽ മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവില്ലേ. അപ്പം ഞാൻ അപ്പം തന്നെ ഡോക്ടർ ഫിലിപ്പിനെ കാണാനാണ് പറയാം. ഞാൻ വെക്കാറില്ല. അപ്പം ഉടനെ തന്നെ അപ്പോൾ തുടങ്ങുമെന്തോ. അല്ല ഇതുപോലെ 3 ആഴ്ച നമ്മുടേത് മുറിവ് ഉണങ്ങുക, പുറമെയുള്ള മുറിവ് ഉണങ്ങി കഴിഞ്ഞാൽ 3 ആഴ്ച ആണ് സ്റ്റാൻഡേർഡ് സമയം. പിന്നെ ഇതുപോലെ ചില ഡിലേ ഹീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 4 ആഴ്ചയൊക്കെ മാക്സിമം, അത് കഴിഞ്ഞാൽ തുടങ്ങാവുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും കീമോ വേണമെന്നില്ല. ഇപ്പോൾ ഏർലി സ്റ്റേജിൽ ഇപ്പം T1 T2 ഏർലി സ്റ്റേജിലത്തൊക്കെ സർജറിയോടുകൂടി അതോടുകൂടി ആ ക്യാൻസർ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അതിലും കുറച്ചും കൂടെ സ്റ്റേജ് കൂടുമ്പോൾ ഇനി ചെറിയ ഇതിൽ എൻഡോസ്കോപ്പിക്കലി റിമൂവ് ചെയ്യാറുണ്ട്. അതേപോലെ ജസ്റ്റ് അങ്ങനത്തെ ചെറിയ ഇതിലൊക്കെ പോളിപ്പോയിഡൽ ലീഷൻ പുറത്ത് സ്പ്രെഡ് ആയിട്ടില്ല, അകത്തെ ല്യൂമണിൽ മാത്രമേ ഉള്ളൂ. അത് എൻഡോസ്കോപ്പിക്കലി അമനബിൾ എൻഡോസ്കോപ്പിക്ക് തന്നെ ചെയ്തിട്ട് നമ്മൾ ഫർദർ ടെസ്റ്റിന് വിടും. R0 റിസെക്ഷൻ എൻഡോസ്കോപ്പിക്കലിയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളിപ്പോൾ അതേ സിറ്റിങ്ങിൽ ചെയ്യാം. ഇതിനായിട്ട് പേഷ്യൻ്റ് ഇന്നൊരു ദിവസം നമ്മൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ചില പേഷ്യൻസ് വിളിച്ച് അപ്പോൾ തന്നെ കാണിക്കാറുണ്ട്. ഇതുപോലെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പേഷ്യൻറ്റിന് എൻഡോസ്കോപ്പിക്ക് ഒരു ദിവസം കയറ്റി സെഡേറ്റ് ചെയ്തിട്ട് കൊളനോസ്കോപ്പിയും ബ്ലീഡിങ്, അതായത് ഒരു പേഷ്യൻ്റ് ബ്ലീഡിങ് ഉണ്ടായിട്ട് അഡ്മിറ്റ് ആയിരിക്കുക മെലിനയായിട്ട്, മോഷൻ ഡാർക്ക് കളറായിട്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 60% ആമാശത്തിൽ നിന്ന് ബ്ലഡ് വല്ലതും പോയിട്ട് കളക്റ്റഡ് ബ്ലഡ് ആയിരിക്കും താഴെ വരിക. അപ്പോൾ നമ്മളിവിടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ല. പേഷ്യൻ്റ് സെഡേറ്റഡാണ്. പേഷ്യനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ചിലപ്പോൾ ആവശ്യം വരുന്നു. സെഡേറ്റഡ് ആയ സമയത്ത് അപ്പോൾ തന്നെ ബൈസ്റ്റാൻഡർ വിളിച്ച് കാണിച്ച് നമ്മൾ താഴെയും പകുതി ചെയ്തു. എണിച്ചുകൊണ്ട് പേഷ്യൻ്റ് ഞാൻ അത് ചെയ്തിട്ടില്ല, ഇത് എൻ്റെ അല്ല, ഇത് നിങ്ങൾ തന്നെയാണെന്ന് എങ്ങനെ നമ്മൾ പറയാൻ പറ്റും? ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പേഷ്യൻസിന്. എൻ്റെ അല്ല അപ്പോൾ വേണമെങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അല്ല അപ്പോൾ അത് ടെക്നോളജിയുടെ ഒരു കാര്യം. അത് അപ്പോൾ അതായത്
മുന്നേ നമ്മൾ വയറ് തുറന്നിട്ടായിരുന്നു, പിന്നെ നമ്മൾ കീ ഹോളിൽ കൂടെയും ഉണ്ട്. ഇപ്പം നമ്മൾ റൊബോട്ടിക്കിലാണ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ ഒരു വലിപ്പത്തിൽ കാണാനും ക്യാൻസറുകൾ ഓപ്പറേറ്റ് ചെയ്യാനും പേഷ്യൻറ്റിനെ പെട്ടെന്ന് ശരിയാക്കാനും പറ്റും. ഇപ്പം ആള് പറയുന്നത് ഇപ്പം ചെറുത് ട്യൂമറൊക്കെ ആണെങ്കിൽ എൻഡോസ്കോപ്പി കൂടെ തന്നെ പലതും എടുക്കാം എന്നുള്ളതാണ്. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അതായത് വയറിൽ മുറിവില്ല, പേഷ്യൻ്റ് കാലത്ത് വരുന്നു, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൽ തന്നെ ഡിറ്റക്ഷൻ. അതിനാണ് നമ്മൾ എപ്പോഴും സ്ക്രീനിങ്, അതിനുള്ള സ്ട്രെസ്സ് നമ്മൾ കൊടുക്കുന്നത്. സ്ക്രീൻ ചെയ്യാണ്ട് അറിയില്ല. അതിൻ്റെ അവയർനെസ് ഇപ്പം നമ്മൾ വേറെ കൺട്രിയിലൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് പുതുക്കണമെങ്കിൽ ഈ ഏജ്, ഇത്രയും ഏജിന് കൂടുതൽ ഇയർലി കൊളോണോസ്കോപ്പി ചെയ്യാണ്ട് ഇൻഷുറൻസ് പുതുക്കാൻ പറ്റില്ല, മാൻഡേറ്ററി ആണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ്? അത്രയും ഇൻസിഡൻസ് കൂടുതലുള്ളതുകൊണ്ടാണ്. നമ്മുടെ ആൾക്കാർ പറഞ്ഞാൽ സാർ കൊളോണോസ്കോപ്പിയോ അതെന്താ സാർ ഇങ്ങനെ ഒരു ചോദ്യം. അല്ല, ഇപ്പോൾ പേഷ്യൻസ് എന്നോട് വന്ന് ചോദിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഡോക്ടർ ഫിലിപ്പിനെ പോയി കാണിച്ചാൽ നിങ്ങളൊരു കീമോതെറാപ്പിയുടെ കാര്യം നോക്കുമ്പോൾ ഉടനെ തന്നെയാണ് ആദ്യത്തെ ചോദ്യം അങ്ങനെയല്ല, മുടി കൊഴിയുമെന്നാ. അതിപ്പോൾ എങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിറയെ മുടി കൊഴിയുന്നത്? കുടലിനെ സംബന്ധിച്ച കീമോസ് മെജോറിറ്റിയിൽ മുടി കൊഴിച്ചിലില്ല. ഭക്ഷണം കഴിക്കാൻ വല്ല ബുദ്ധിമുട്ട് വരുമോ എന്തോ? ചെറിയൊരു ഗ്യാസ് ഫോർമേഷൻ വരാം, അല്ലെങ്കിൽ ഒരു ഛർദ്ദിക്കാനുള്ള ഒരു സെൻസേഷനൊക്കെ ചിലർക്ക് വരാം. അതിൻ്റെ മരുന്നുകളൊക്കെ നമ്മൾ ഓൾറെഡി ഗുളികകളോ അല്ലെങ്കിൽ ആയിട്ട് കൊടുക്കും. അപ്പോൾ മെജോറിറ്റി കുടലിനെ സംബന്ധിച്ച ക്യാൻസറുകളുടെ കീമോയ്ക്ക് ഇനീഷ്യൽ ഫേസിലൊന്നും അങ്ങനെ വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാതെ എല്ലാവരും ടോളറേറ്റ് ചെയ്യുന്ന പണ്ടത്തെക്കാളും സൈഡ് എഫക്റ്റ് ഇപ്പോൾ കുറവാണ്. ഒരുപാട് നാൾ എടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് പിന്നത്തെ ഒരു ചോദ്യം. പല പേഷ്യന്റും വരെ എത്ര നാൾ എടുക്കേണ്ടി വരും? ഓരോ സ്റ്റേജിനനുസരിച്ച് ട്രീറ്റ്മെന്റ്. അത് ഏർലി സ്റ്റേജിൽ വരികയാണെങ്കിൽ സർജറി മാത്രം ക്യൂറേറ്റീവ്. കുറച്ച് സ്റ്റേജ് ഇതുവാണെങ്കിൽ സർജറി എയ്തർ വിത്ത് കീമോതെറാപ്പി ഫോളോഡ് ബൈ സർജറി, ബൾക്ക് റിഡക്ഷൻ ഫോളോഡ് ബൈ സർജറി, അല്ലെങ്കിൽ സർജറി പ്ലസ് കീമോതെറാപ്പി, നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം അല്ലാത്ത പേഷ്യൻസിന് പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് അങ്ങനത്തെ പേഷ്യൻസ് എനിക്കും വരാറുണ്ട്. ബ്ലോക്ക് ആയി കഴിഞ്ഞ് വരും, മെറ്റ്സ് ആണ്, ബാക്കിയുള്ള ഭാഗത്ത് സ്പ്രെഡ് ആയിട്ടുണ്ട്, ക്യാൻസർ സൊല്യൂഷൻ ഒന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് ബ്ലോക്ക് ആവും. അങ്ങനത്തെ ബ്ലോക്കിന് നമ്മൾ മെറ്റൽ സ്റ്റെൻഡ് ഇട്ട് കൊടുക്കാറ്. ഒരു മെറ്റൽ സ്റ്റെൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും പേഷ്യൻസിനോട്, ബൈസ്റ്റാൻഡേഴ്സോട് പറയണം, രോഗത്തിനെ ഇതൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ആ സിംറ്റംസിനുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ അന്നനാളത്തിൽ മുറിവിനും ക്യാൻസർ സ്പ്രെഡായി അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ക്യാൻസർ ആണെങ്കിൽ നമുക്ക് പേഷ്യൻസിന് ചെയ്ത് കൊടുക്കുന്ന ഫുഡ് അകത്ത് ഇറങ്ങിപ്പോകണം, അതിന് സ്റ്റെൻഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയി, ഹാർട്ടിൻ്റെ സ്റ്റെൻഡ് ഇട്ട് ക്ലിയർ ആയതുപോലെ അങ്ങനെയല്ല. അവർ കുറേ പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും വ്യക്തമായിട്ട് പറയും, ഇത് രോഗത്തിനൊന്നും ചെയ്യുന്നില്ല, ആളുടെ ലൈഫ് ഇതിന് വരെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ആൾക്കാരെ അവർ വെക്കാം, ഫുഡൊക്കെ കഴിച്ച് പോകാം. എന്ന് വെച്ചാൽ എനിക്ക് ക്യാൻസർ പേഷ്യൻസ് ഏറ്റവും കൂടുതൽ പോകുന്നത് ന്യൂട്രീഷണൽ വേസ്റ്റിംഗ് കൊണ്ടാണ്. അവരുടെ കോമോർബിഡിറ്റീസ് കൂടി പെട്ടെന്ന് ഇതാകുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ആയാൽ തന്നെ കുറച്ച് ഒരു വിധം, അതായത് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ദ്വാരം വലുതാക്കി അതിന് അടഞ്ഞു പോകാത്ത രീതിയിൽ സ്റ്റെൻഡ് ഇടുന്ന കാര്യമാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ കീമോതെറാപ്പി കൊണ്ടോ അല്ലെങ്കിൽ സർജറി കൊണ്ടോ ചെയ്ത് ശരിയാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ ഒരു അതിപ്പം ഇപ്പോഴത്തെ കാലത്ത് സ്റ്റെൻഡ് ഇടുന്നതും ഈ പാലിയേറ്റീവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എയർലി ഡിറ്റക്ഷൻ, വേഗം ഡിറ്റക്ഷൻ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ അത് നേരിട്ട് പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ സാധാരണ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള റിലേറ്റീവ്സിനോട് വിളിച്ച് പറയും. പിന്നെ ഒരു ഘട്ടം വരുമ്പോൾ പേഷ്യൻറ്റിനെ ഇരുത്തി നമ്മൾ പറയും, നമുക്കൊരു ചെറിയ വളർച്ചയുണ്ട്, പക്ഷേ ഉണ്ടെങ്കിലും കൂടെ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. സർജിക്കലി അമലബിൾ ആണെങ്കിൽ നമ്മളെപ്പോഴും അങ്ങനെ പറയും. കാരണം ഈ പേഷ്യൻസിനൊക്കെ നമ്മൾ വിഷമിപ്പിച്ചിട്ട് സർജറിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അവർക്ക് കോംപ്ലിക്കേഷൻ വരാനും റിക്കവറി വരാനും സാധ്യത കൂടുക. അപ്പോൾ നമ്മൾ പറയും, ഇങ്ങനെ ചെറിയ വളർച്ചയുണ്ട്, നമുക്കത് ശരിയാക്കാന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഭയങ്കര ഒരു എന്തുണ്ടെങ്കിലും പോസിറ്റീവ് മെന്റാലിറ്റി എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെടുക്കുന്ന ഈവൻ കീമോക്കായാലും പേഷ്യൻറ്റിൻ്റെ ഒരു ചിലരിങ്ങനെ ആകെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരും മറ്റവരും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടോളറൻസ് സൈഡ് എഫക്ട്സ് വരും. എൻ സ്റ്റേജ് പേഷ്യൻസ് ചിലവർ ഇപ്പോൾ ലിവർ ക്യാൻസർ ഉള്ള പേഷ്യൻറ്റ് ചോദിക്കാറുണ്ട്, സാറേ എന്തായാലും അടിച്ചിട്ട് വന്നാലേ ഇനി ഒന്നും ആവാൻ പോകുന്നില്ല, ഇനി കുറച്ച് അടിച്ചിട്ട് പോയാൽ എന്താ? അപ്പോൾ അതിന് നമ്മൾ അത് അഡ്വക്കേറ്റ് ചെയ്യല്ല, നമുക്ക് തോന്നും പേഷ്യൻസിന് ഒരു എക്സ്പെക്ടേഷൻ, അവരുടെ എക്സ്പെക്റ്റൻസി ഇനി ഒരു 6 മാസമാണെങ്കിൽ എന്നാൽ അടിച്ചോട്ടെ, എന്നാൽ നമുക്കത് തുറന്ന് പറയാനും പറ്റില്ല. എന്നാലും പറയും, അടിച്ചിട്ട് വന്നു സാർ, അതിപ്പോൾ എനിക്കറിയാം, എന്തായാലും ഇപ്പോൾ ഞാൻ നിന്നിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല, എന്നാൽ ഞാൻ പോകുന്നവരെ ഞാൻ ഫിറ്റായി നടന്നോളാം, ഇങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ അത് ചില പേഷ്യൻസിന് അതിനനുസരിച്ച് നമ്മളും കണ്ണടയ്ക്കുക, അല്ലാതെ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യരുത്, പിന്നെ അതൊരു തെറ്റിദ്ധാരണയായി പോകും. ഇപ്പോൾ ഒരുവിധം എല്ലാ പേഷ്യൻറ്റും കീമോതെറാപ്പി കംപ്ലീറ്റ് ചെയ്യുമോ കോഴ്സ്? അല്ല, ഇപ്പം കുടലിൻ്റെ ഇതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 6 months 6 മാസം എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും കംപ്ലീറ്റ് ചെയ്യും. വലിയ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഇപ്പം മറ്റേ ഗുളിക ഫോംസ് ഉണ്ട്, ടാബ്ലറ്റ് ഫോംസ് ഉണ്ട്. ഇപ്പം ആദ്യത്തെ ദിവസം ഇഞ്ചക്ഷൻ ഗുളിക മതി, ഇഞ്ചക്ഷൻ അല്ലാണ്ട് പലതും ഗുളികയായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇയർലി അല്ലെങ്കിൽ അഡ്ജുവൻ്റ്. അപ്പോൾ അവരോടും നമ്മൾ പറയുന്നത് ഇത്
ക്യാൻസർ ഉള്ളതുകൊണ്ടല്ല, ക്യാൻസർ എടുത്ത് മാറ്റി കളഞ്ഞു സർജറിയിൽ. ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കീമോയാ അങ്ങനെയും പിന്നെ ഉള്ളതാണ്. പിന്നെ അഡ്വാൻസ്ഡ് 4ാമത്തെ സ്റ്റേജൊക്കെ ആയി സ്പ്രെഡ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകളുള്ളത്. കുറച്ചുകൂടെ ഇൻറ്റൻസീവ് കീമോ വേണ്ടി വരാം. അതുപോലെ വായിൽ ചെറിയ തൊലി പോവുക, അതിൻ്റെ കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ വരാം. മെജോറിറ്റി ആൾക്കാർ ടോളറേറ്റ് ചെയ്യുന്ന മെഡിസിൻസാണ്. ഈവൻ ഇപ്പം പിന്നെ ചിലർ ചോദിക്കുന്നത്, ഇപ്പോൾ ക്യാൻസർ മാറി, ഇനി വേറൊരു പനിയോ ചുമയോ മാറിയ പോലെ ഇനി ഒരിക്കലും വരണ്ടെന്നല്ല. ഇപ്പോൾ ഫോളോ അപ്പ് ഡെഫിനറ്റ്ലി വേണം. കാരണം ഈ മാറിയവരും പിന്നീട് ചിലവർക്കൊക്കെ തിരിച്ചു വരാം. അപ്പോൾ ആ തിരിച്ചു വരണതും തുടക്കത്തിലെ കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് വേറെ മെഡിസിൻസും ഇതുപോലെ കീമോയും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം കഴിഞ്ഞാലും ഫോളോ അപ്പിൻ്റെ ഒരു പ്രാധാന്യം. പക്ഷെ അതിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇതാന്ന് പറയാമെന്ന് വിചാരിക്കും. അപ്പം പേഷ്യൻസ് 2 ചോദ്യം ചോദിച്ചു, ഇത് എനിക്ക് എന്താ ഇത് വരാൻ കാരണം, അപ്പം അതായത് ഈ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ അങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ക്യാൻസർ വരാനുള്ള ഒരു കാരണത്തിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ ഓരോ അവയവങ്ങൾക്ക് ഓരോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം അന്നനാഴെന്ന് വെച്ചാൽ സ്മോക്കിംഗ് വൺ ഓഫ് ദ സ്മോക്കിംഗ് ഇപ്പോൾ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ പറയണ്ട, ഇവിടെ തൊട്ട് ആൻസർ എവിടെ വേണമെങ്കിൽ വരും, എവിടെ വേണം നമുക്ക് പറയാൻ പറ്റില്ല. സ്മോക്കിംഗ് എന്ന് വെച്ചാൽ എന്ന് കണ്ടില്ലെങ്കിൽ സ്മോക്കിംഗ് ഒരു കാരണം നമുക്ക് പെട്ടെന്ന് പറയാം. സ്മോക്ക് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അതായിരിക്കും. അത് സത്യമാണ്. മൗത്ത് ടു ആനസ് എനി ക്യാൻസർ ഇസ് അട്രിബ്യൂട്ടഡ് ടു സ്മോക്കിംഗ്. അതൊന്നുണ്ട്. പിന്നെ ആൽക്കഹോൾ, ആസിഡ് ഇഞ്ചക്ഷൻ, ഈ പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും സൂസൈഡൽ ടെൻഡൻസി ആയിട്ട് ആസിഡൊക്കെ ആൾക്കാർ കുടിക്കുന്നുണ്ട്. അത് സ്ട്രിക്ചർ ആവുന്നുണ്ട്. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഇറിറ്റൻ്റ് ആണ്. അത് ക്യാൻസർ ഇത് ഡെവലപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് മെയിൽ ഫാക്ടറാണെന്ന്, അതിനൊരു യോജിപ്പില്ല. മേലുള്ളത് അന്നനാളത്തുള്ള മെയിൽ ഫാക്ടർ, മെയിൽ ഇസ് മോർ ദാൻ ഫീമെയിൽ ഇൻസിഡൻസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഏജ്, പ്രോഗ്രസീവ് ഏജ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ റിസ്ക് ഫാക്ടർ ഉള്ളപ്പോൾ നമ്മൾ സംശയിക്കണം ക്യാൻസർ സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള കാര്യം. ഹൈലി സസ്പീഷ്യസ് ആയിട്ട് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വി ഷുഡ് ബി കോഷ്യസ്. പക്ഷെ അതിലും എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഫാമിലി ഹിസ്റ്ററി, വീട്ടിൽ ക്യാൻസർ ആർക്കെങ്കിലും അച്ഛന് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, സ്വന്തക്കാർക്ക് ക്യാൻസർ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഫെമിലിയിലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ജനറ്റിക് ആയിട്ട് മ്യൂട്ടേറ്റഡ് ആയിട്ട് വരുന്ന ക്യാൻസേഴ്സ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാൻസേഴ്സിന് പ്രത്യേകിച്ച് വൻകുടലിൻ്റെ ക്യാൻസറും പാൻക്രിയാറ്റിക്കും ഒവേറിയൻ ക്യാൻസേഴ്സ് ഇതെല്ലാം ഫെമിലിയിലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ അഗ്രസീവായിട്ട് അവരെ ട്രീറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, അത് അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും സിറോസ് വരാനും ലിവർ ക്യാൻസർ. പിന്നെ ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പാൻക്രിയാസിൽ കല്ല് വരുന്ന അസുഖമുണ്ട്. പാൻക്രിയാസിൽ കല്ല്, അതിൽ ക്യാൻസർ വരാൻ വളരെ സാധ്യത കൂടുതൽ. അതപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അവർ ഡീൽ ചെയ്യണം. ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു റുട്ടീൻ അൾട്രാസൗണ്ട്, അതിപ്പോൾ എത്രത്തോളം പേഷ്യൻസിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവർക്ക് ഒരു സാധ്യത ഡെഫിനറ്റായിട്ടും കൂടുതലാണ്. ഉണ്ട്. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അത് നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. റെഗുലറായിട്ട് ഫോളോ അപ്പ്. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് കേസ് റെഗുലറായിട്ട് ഫോളോ അപ്പ് മിക്കവാറും പേഷ്യൻസ് ഉണ്ടാവും. പെയിനാണ് മെയിൻ ഫാക്ടർ. വേദനയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ വരില്ല. പൊങ്ങുന്നത് ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞായിരിക്കും. സാറിന് ഞാൻ പണ്ട് ഒരു 5 വർഷം മുന്നേ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇത് വന്നിരുന്നു. അപ്പോൾ എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ 5 വർഷം മുന്നേ എല്ലാം ചെയ്തതാ ഇനി എന്താ കണ്ടുപിടിക്കാം, അതിനകത്ത് കല്ലുണ്ട്. അപ്പോൾ നമ്മൾ പറയണം കല്ലല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്, കല്ലല്ല ക്യാൻസറിനാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യാൻ വെച്ചാൽ അതൊരു ക്രോണിക് ഡിസീസാണ് അവരുടെ. അത് പ്രോഗ്രസ് ആയ ക്യാൻസറിലേക്ക് മാറുന്നുള്ള കാര്യം അവരെ കൺവിൻസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ എപ്പോഴും നമ്മൾ ഫോളോ അപ്പിലേക്ക് 6 മാസം കൂടുമ്പോൾ സ്കാനും AFPയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു എഞ്ചിനീയർ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ അച്ഛൻ മരിച്ചത് പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിട്ടാണ്. പക്ഷേ അച്ഛന് സ്മോക്കിംഗ് ആയിരുന്നു, ഭയങ്കര സ്മോക്കറും ആൽക്കഹോളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാൻക്രിയാസ് അതർവൈസ് നോർമലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹത്തിന് സ്കാൻ ചെയ്തപ്പോൾ പാൻക്രിയാസിൽ കല്ല് വരുന്ന അസുഖമുണ്ട്. അപ്പം ആൾ പറയുന്നത്, ഞാൻ എൻ്റെ അച്ഛൻ മരിക്കുന്നത് ഞാൻ കണ്ടു, വളരെ ഭീതിയായിട്ടുള്ള രീതിയിലാണ് മരിച്ചത്. കാരണം ആൾ ഭയങ്കര യങ്ങിലാണ് മരിച്ചു ആളുടെ അച്ഛൻ. അപ്പോൾ എനിക്കിപ്പോൾ പാൻക്രിയാസിൽ കല്ലുണ്ട്, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, അപ്പം ഇതിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതൊരു വലിയ ചോദ്യമാണ്, ഞാൻ എന്ത് ചെയ്യും. അപ്പം അതിനൊരു ഉത്തരമായിട്ട് നമ്മൾ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഈ ഒരു റെക്കമെൻഡഡ് പിന്നെ ഫോളോ അപ്പ് ഇല്ലാത്തതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ഒരു 6 മാസം കൂടുമ്പോൾ നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് CA-99 ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് വെയിറ്റ് കുറയുക, പിന്നെ
ഡയബറ്റീസ് ഉള്ളത് വേഴ്സൺ ഡയബറ്റീസ് കൺട്രോൾ ആവാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് കണ്ടുപിടിക്കാം എന്നല്ലാതെ നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന പോലെ എന്നുള്ളത്, അതായത് ലിറ്ററേച്ചർ സപ്പോർട്ട് ഇതുവരെ നടന്നിട്ടുള്ള കേസുകളിൽ വെച്ചിട്ടൊരു സപ്പോർട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ ചിലപ്പം എന്നോട് ചിലർ ചോദിക്കും സാർ ഇപ്പം നമ്മൾ ഈ കണ്ടിട്ട് നമ്മൾ ഈ ടി വിയിൽ മൊത്തം ഈ പൊറോട്ട ബീഫ് ഇതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു, അപ്പോൾ എന്നോട് വന്ന് ചോദിക്കും അപ്പോൾ ഞാനോട് സാറേ ഈ പൊറോട്ട തിന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ അല്ലെങ്കിൽ ബീഫ് തിന്നാൽ ക്യാൻസർ, സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ചോദ്യം അത് ഭയങ്കര ഒരു ചോദ്യമാണ്. വരുന്നില്ല, ഞാൻ എപ്പോഴും അത് പറയാൻ പക്ഷേ റെഡ് മീറ്റ് ഒരു കാർസിനോജനിക്ക് ഇത് എഫക്റ്റ് ഉള്ളതാണ്. ബീഫ്, മട്ടൺ, പോർക്ക്, റെഡ് മീറ്റ്. പക്ഷേ മോട്ടിലിറ്റി കുറയ്ക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ പൊറോട്ടയുടെ ഒക്കെ അല്ല, അതിലൊരു പ്രശ്നം എവിടെയാണെന്ന് അറിയാം, ഇതിലിപ്പം നമ്മളൊരു പേഷ്യൻ്റ് ഇപ്പം നമ്മളൊരു സാധാരണ ധാരണയുള്ളൊരു കാര്യത്തിന് വിട്ടാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ എന്തു പറയും, അതായത് വിഷമുള്ള പച്ചക്കറി കഴിക്കുക, പിന്നെ പഞ്ചസാര, പിന്നെ പൊറോട്ട, മൈദ, പിന്നെ ബീഫ്, ഇതാണല്ലോ ഒരു പൊതുശത്രു. അപ്പോൾ ഇത് കഴിച്ചാൽ ക്യാൻസർ വരുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മളുടെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമുക്കൊരു സയന്റിഫിക് പ്രൂവൺ അല്ല. അതായത് റെഡ് മീറ്റ് ഉള്ളത് ഒരു റിസ്ക് ഫാക്ടർ ആണ്, പക്ഷെ അത് എങ്ങനത്തെ അറോമാറ്റിക്, അതായത് രണ്ട് പൊറോട്ട ബീഫും കഴിച്ചു. അപ്പോൾ ശരിക്കും ഞാൻ അപ്പം എന്നോട് ചോദിച്ചപ്പോൾ എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പം ഞങ്ങളുടെയൊക്കെ ഇപ്പം ഇതുവരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്സിലും നോക്കിക്കഴിഞ്ഞാൽ റെക്ടൽ ക്യാൻസർ, മലക്കുടൽ ക്യാൻസറിന് മാത്രം ബീഫ് കഴിച്ചാൽ കൂടുതലായിട്ട് വരാനൊരു സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം സ്മോക്ഡ്, അതായത് അതാ പറഞ്ഞത് സ്മോക്ക്ഡ്, അത് എങ്ങനെ പ്രിപ്പയർ ചെയ്തു, അറോമാറ്റിക് സ്മോക്ക്ഡ് ചെയ്യുമ്പോൾ അതിലുള്ള ആ കാർസിനോജൻസ് എല്ലാം അത് ഗ്രില്ല് ചെയ്തിട്ടുള്ള സംഗതിയാണോ അതോ സ്മോക്കാണോ നമുക്കറിയാം. കാരണം വെച്ചാൽ അത് വരുന്ന ലിറ്ററേച്ചർ മുഴുവൻ ജപ്പാനിൽ നിന്നാണ്. ജപ്പാനിൽ അവർ ഈ മീനിൽ മുഴുവൻ പുക കയറ്റിയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ സ്റ്റൊമക് ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ അതൊരു കാരണമായിരിക്കാം. അതല്ലാതെ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ഒരാൾ വന്ന് ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും പക്ഷേ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ പൊറോട്ടയും, ഈ പൊറോട്ട ഒരു ഭയങ്കര എനിമിയാണ് ആൾക്കാരുടെ. അത് പൊറോട്ട കൊണ്ടാണ് കംപ്ലീറ്റ് അസുഖം എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റിഫൈൻഡ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അത് എന്തെങ്കിലും അസുഖം ഉണ്ടാക്കണോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എനിക്കത് ഉണ്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ലിറ്ററേച്ചർ അത് ഞാൻ അഡ്വക്കേറ്റ് ചെയ്യാറില്ല, ഇല്ലാന്നും പറയാറില്ല. എന്ന് വെച്ചാൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇതാണ്. നമ്മൾ അവസാനം പറഞ്ഞു ഡോക്ടർ അങ്ങനെ പറഞ്ഞു, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലെ ഡോക്ടർ അങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അവസാനം നമ്മുടെ തലയിൽ വരും. സോ അങ്ങനത്തെ ഇതിൽ നമ്മൾ പേഷ്യൻ്റ് ഫോറോ അഗേൻസ്റ്റ് അല്ല, നമ്മൾ ന്യൂട്രലാണ്. സോ ഇതിന് ചിലരിങ്ങനെ പറയുന്നുണ്ട്, ചിലരങ്ങനെ ഡിസിഷൻ ഇസ് യുവേഴ്സ്, നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ എന്നിരുന്നാലും കുറെ കൂടെ പച്ചക്കറികൾ അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ് ഒക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെ ഫുഡ് കഴിക്കാം കൂടുതൽ കഴിച്ചാൽ അത് അഡ്വൈസബിൾ ആണല്ലേ, ഫൈബർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുക. ഇടയ്ക്കപ്പോൾ പൊറോട്ട കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്ന ഫൈബർ ഉള്ളത് നല്ല ഇലക്കറികൾ കഴിച്ചോളൂ. അപ്പോൾ ഇലക്കറി കഴിച്ചാൽ സ്റ്റോൺ വരുമല്ലോ, എന്നാൽ ഇലക്കറികൾ കഴിക്കേണ്ട, നല്ല വെജിറ്റബിൾസ് കഴിക്കണം ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ അവസാനം നിങ്ങൾ എന്ത് കഴിക്കും എന്തെങ്കിലും. അതായത് നമ്മുടെ ഇതൊരു മെനു വേണം അവർക്ക്. നമ്മൾ പറയുന്ന ഒരു ജനറലായിട്ട് ഒരു ഇത് പറയാമല്ലോ, ഇപ്പോൾ എല്ലാം സ്പെസിഫിക് ആണ് അവർക്ക്. സാർ ഒരു മെനു ഉണ്ടാക്കിത്താ, അതിനോടൊപ്പം നമ്മൾ ഡയറ്റീഷ്യനും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഡയറ്റീഷ്യൻ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഇങ്ങനത്തെ നമ്മൾ ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ഡയറ്റ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള മെനു തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ പേഷ്യൻസും നമ്മൾ മിക്കവാറും പേഷ്യൻസിന് ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്ന പേഷ്യൻസിന് ഡയറ്റീഷ്യനെ തന്നെ വിടാറുണ്ട്. അടുത്തതുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയും, എന്നോട് വന്നിട്ട് പറയും എല്ലാം വിഷമുള്ള പച്ചക്കറികളും വിഷമുള്ള അരിയൊക്കെ അല്ലേ നമ്മൾ കഴിക്കണമെന്ന് പറയും. അപ്പോൾ ശരിക്ക് നമ്മളിപ്പോൾ ഒരു അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് എനിക്ക് സമയമുള്ള സമയത്താണെങ്കിൽ ഞാൻ പേഷ്യൻസിനോട് പറയും ഒരു ലൈഫ് സ്പാൻ, ഒരു മനുഷ്യൻ ജനിച്ചാൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യത 50 വയസ്സിന് താഴെയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ. ഇന്നത് 76 മേലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളെ എത്തിച്ചത് ഈ വിഷമടിച്ചിട്ടുള്ള പച്ചക്കറികളും ഈ വിഷമടിച്ചിട്ടുള്ള അരിയൊക്കെയാണ്. അപ്പോൾ ഇത് എത്രത്തോളം സയൻറ്റിഫിക് പ്രൂഫ് അതിലുണ്ടെന്നുള്ള കാര്യത്തിന് സംശയമാണ്. പിന്നെ എല്ലാവരോടും സാറേ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുൾ ക്യാൻസർ ആണല്ലോ, എല്ലാവർക്കും ക്യാൻസർ ആണല്ലോ. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഇപ്പോൾ ഏകദേശം 80 വയസ്സിന് മേലെ. അപ്പോൾ അച്ഛനോട് ചോദിക്കുക, അച്ഛാ പണ്ട് കാലത്ത് ഒരാൾക്ക് വയറുവേദന വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറയും, പണ്ട് കാലത്ത് വയറുവേദന വന്നു കഴിഞ്ഞാൽ അവിടെ വില്ലുവണ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വില്ലുവണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒറ്റക്കാളനെ ഓടിക്കുന്നൊരു വണ്ടിയാണ്. ഞങ്ങളൊരു ഗ്രാമപ്രദേശം. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അതിൽ കൊണ്ടുപോയി എടുത്തിട്ട് ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലും. അപ്പോൾ വൈദ്യൻ വയറ് തട്ടി നോക്കും. വയറ് തട്ടി നോക്കിയിട്ട് എന്തെങ്കിലും കഷായമൊക്കെ കൊടുത്തു, അതിന് തിരിച്ചു കൊണ്ടുവരും. പിന്നെയും വേദന വരികയാണെങ്കിൽ തിരിച്ച്
ഈ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പം പറയും ഇതിൻ്റെ സമയമായിട്ടുണ്ട് ഏകദേശം. സോ അന്ന് കാലത്ത് ഒരു വയറുവേദനയുടെ കാരണം പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. അതേപോലെ അന്ന് കാലത്ത് ആവറേജ് ലൈഫ് സ്പാൻ 45-50 വയസ്സായിരുന്നു. ഈ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് ഓഫ് ഓൾഡ് ഏജ് ആണ്. ഞാൻ പലപ്പോഴും പേഷ്യൻസിന് അങ്ങനെ പറഞ്ഞു, കൂടുതൽ വയസ്സായവർ ജീവിക്കുമ്പോൾ കൂടുതൽ ക്യാൻസേഴ്സ് ഉണ്ടാവും. കാരണം ഒരു ഓർഗൻ ഇങ്ങനെ യൂസ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണല്ലോ. സോ അങ്ങനെയാണ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുന്നത്. ഇപ്പം അത് ഒന്ന് കൂടുതലായിട്ട് കണ്ടുപിടിക്കുന്നു, രണ്ട് കൂടുതൽ നാൾ ആൾക്കാർ ജീവിക്കുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് സയൻറ്റിഫിക്കലി പ്രൂവൻ ക്യാൻസർ എന്തുകൊണ്ട്. ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുമ്പോൾ ഇൻസിഡൻസ് നമ്മൾ ഡിഡക്ഷൻ റേറ്റ് കൂടുന്നു. എക്സാക്ട്ലി. പേഷ്യൻ്റ് ആൾക്കാരും അവയർനെസ്സും ഉണ്ട്. അപ്പോൾ അവർ അവയർനെസ്സും കൂടുന്നതുകൊണ്ട് അവർ സ്വയം ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻസിഡൻസ് കൂടുന്നത്. പിന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുമ്പോൾ ഓബ്വിയസ്ലി ആ ഏജ് കടന്നുള്ള ക്യാൻസേഴ്സ് എല്ലാം സാധ്യത. ഇപ്പം ഞാൻ MS പഠിക്കുന്ന കാലത്ത് CT സ്കാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. CT സ്കാനൊന്നും ഇല്ല, കോൺട്രാസ്റ്റ് CT സ്കാനൊന്നും ഇല്ല. അപ്പോൾ അൾട്രാസൗണ്ട് തന്നെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് പോലെയാണ്. അപ്പം അന്ന് എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യണം? വയറ് തുറന്ന് നോക്കണം. എൻഡോസ്കോപ്പിയൊക്കെ അന്ന് ഉണ്ട്, പക്ഷേ അത്രയും എത്ര സ്ഥലത്ത് എൻഡോസ്കോപ്പി ഉണ്ട്? 2000 വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയൊക്കെ. ഇപ്പോൾ അത് വന്നപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഡോസ്കോപ്പി റേറ്റ് കൂടുന്നതനുസരിച്ച്, കൊളോണോസ്കോപ്പി റേറ്റ് കൂടുന്നതിനനുസരിച്ച്, ടെസ്റ്റുകൾ ചെയ്യുന്ന റൂട്ട് കൂടുന്നതിനനുസരിച്ച് ഏർലി ഡിറ്റക്ഷൻ്റെ ക്യാൻസേഴ്സ് കൂടുന്നു. അതല്ലാതെ ഓൺ ആൻ ആവറേജ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ടോ ഏജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കൂടിയിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നത്തെ ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് എന്തുകൊണ്ട് വന്നു, അതൊരു അല്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഇത് പറയുന്ന ഇല്ലാത്തവർക്കും വരുന്നുണ്ട് കുറേ പേർക്ക്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരമില്ല. എനിക്ക് എന്തുകൊണ്ട് വന്നു, എനിക്ക് വീട്ടിലാർക്കുമില്ല, ഞാനീ പറഞ്ഞ കള്ളു കുടിക്കില്ല, പുക വലിക്കില്ല, എന്നിട്ട് എനിക്ക് എന്ത് വന്നു. അതാണ് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ പ്യുവർ വെജിറ്റേറിയനാണ്, പിന്നെ എനിക്ക് എന്തുകൊണ്ട്. അപ്പോൾ ആ ഒരു പൊതുബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആയിക്കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നുള്ള അതന്നെ ഒരു തെറ്റായ ഒരു ബോധമാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിലും ക്യാൻസർ വരും, ഇല്ലേ? എല്ലാ അസുഖങ്ങളും അവർക്ക് വരും. അതിലൊരു വ്യത്യാസമായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വെജിറ്റേറിയൻ ആണെങ്കിൽ ഇന്ന് കുറയുന്നു ഇത് അങ്ങനെ. അപ്പം അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ പേഷ്യൻസിൻ്റെ അടുത്തുണ്ട്. പിന്നെ അവർ അതിനെ വെച്ച് കൂടുതൽ സങ്കടപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ വന്നു. സോ ആർക്കും വേണമെങ്കിൽ വരാം. പക്ഷേ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയെങ്കിലും ചികിത്സിച്ച് റെഡിയാക്കി എടുക്കാം. എത്രയോ പേഷ്യൻ്റ് ഇപ്പോൾ ചികിത്സിച്ച് സുഖമായിട്ട് നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഏർലി ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ. ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും നമുക്കത് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അവർ അറിയിക്കണം. അതൊരു കാര്യമാണ്. അതാണ് മെയിൻ. പിന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് വേറെ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാതിരിക്കുക. അപ്പം ചില ഒറ്റമൂലി അല്ലെങ്കിൽ ആയുർവേദം അതിലൊക്കെ അല്ല അങ്ങനെ ഒരു ക്യൂർ ഉണ്ടോയെന്ന് എനിക്ക് സംശയം. അപ്പം ഗൈഡ് ലൈൻസ് ആയി പ്രൂവൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ വേണ്ട സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ക്യാൻസേഴ്സ് മോസ്റ്റ്ലി എല്ലാ ക്യാൻസർ ഡിഷനും ഗൈഡ് ലൈൻസ് എല്ലാത്തിനും SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ പ്രൊസീജിയർ ഉണ്ട്, ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പേഷ്യൻറ്റ്. അല്ല, അതും പിന്നെ അവർ ചോദിക്കുക, സാറേ ഇതിനൊക്കെ ഭയങ്കര ചിലവല്ലേ, ഇപ്പൊക്കെ ഭയങ്കര ചിലവ് കൂടിയില്ലേ? അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ MS പഠിക്കുന്ന കാലത്ത് 2000 ഒരു പേഷ്യൻറ്റിന് ഞങ്ങളൊക്കെ എക്സാമിന് പോകുമ്പോഴായിട്ടും ഞാൻ പേഴ്സണലായിട്ട് അവിടെ വാർഡിൽ വരുന്ന പേഷ്യൻ്റാണ്. ഇപ്പോൾ ഒരു വൻകുടൽ ക്യാൻസർ ഉണ്ട്, അത് ലിവറിലേക്ക് പരന്നു കഴിഞ്ഞാൽ അന്ന് സർജറി ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് ഒരിക്കലും സർജറി ചെയ്യാൻ പാടില്ല എന്നാൽ എന്ത് പറഞ്ഞു വിടും, നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറയും. ഇപ്പം അങ്ങനെ അല്ലല്ലോ നമ്മളിപ്പോൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കീമോ കൊടുത്തു, ലിവറിലത് ഓപ്പറേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് വൻകുടലിൻ്റെ ഓപ്പറേറ്റ് ചെയ്തു, അങ്ങനെ ക്യൂറായിട്ട്. ഇപ്പം എനിക്കറിയുന്ന ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ 8 വർഷമായിട്ട് ലങ്സിലേക്ക് പടർന്നിട്ടുള്ള പേഷ്യൻ്റ് സുഖമായിട്ട് ഇപ്പം 8-9 വർഷം. ഈവൻ ന്യൂവറായിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, അങ്ങനെ പല പുതിയ മെത്തേഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈവൻ സ്റ്റേജ് 4 ആയാലും പ്രൊലോങ് ചെയ്ത് പേഷ്യൻറ്റിനെ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാനായിട്ടുള്ള. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള സംഗതികൾക്ക് എങ്ങനെയായാലും ചിലവ് കൂടുതലായിരിക്കും. അപ്പം ബേസിക് ഞാൻ പലരോടും പറയുന്നതാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും ഒരു ഫാമിലിയിലേക്ക് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു കാറിനോ ബസ്സിന് അല്ല സ്കൂട്ടറിനൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു 20,000 രൂപ കൊടുത്ത് കൊല്ലത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടൊരു വീടിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല അല്ലേ? ഡെഫിനറ്റ്ലി നമ്മളിപ്പം ഏത് ട്രീറ്റ്മെൻറ്റിന് പോയാലും ഇപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റിന് പോയാലും ചിലവ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇങ്ങനത്തെ ഇതിന് ഇപ്പോൾ നമ്മൾ ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുന്നത് തോറും ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ആവശ്യം വരും. ഫോർ ദ ഈസ് ഓഫ് ദ ഡയഗ്നോസിസ് ആൻഡ് ഈസ് ഓഫ് ദ പേഷ്യൻറ്റ്, അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എക്സ്ട്രാ എഴുതിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു. പക്ഷേ അങ്ങനെ ഇതാവുമ്പോൾ അവർക്ക് പേഷ്യൻറ്റ് എല്ലാം അവർ അവയർനെസ് ഉള്ള ഇപ്പോൾ എല്ലാവരും ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ അവയർനെസ് എല്ലാത്തിനും ഹെൽത്ത് ഇൻഷുറൻസ് വെക്കുകയാണെങ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു 3-5 ഈവൻ ഒരു 10 ലക്ഷം ആയാലും
ബേസിക് ഇതില് ഫാമിലിക്ക് അത് വേണ്ടതാണ് റേറ്റ്സ് അത് ഒരു കോൺട്രവേഴ്സിയാണ്. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾ 5 lakhs എടുത്തിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു ഇത് മിനിമം എടുക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ അത് വലിയ ഇൻഷുറൻസിന് വലിയ പ്രീമിയമോ അല്ല ആ ഡിഫറൻസ് വരുന്നതിന്. ആദ്യം എടുത്തു കഴിഞ്ഞ് പിന്നെ അത് അവസാനം നമ്മൾ കൂട്ടാൻ പോകുമ്പോൾ അവർ നമുക്ക് അതെ, അതെപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. എപ്പോഴും ഒരു ഇൻഷുറൻസ് ഫാമിലിയിൽ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ ഒരു സ്ട്രെസ് ഫാമിലിയിൽ വരുന്നില്ല, ഒരു ഫൈനാൻഷ്യൽ സ്ട്രെസ്. കാരണം ഇപ്പോഴത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം അങ്ങനെയല്ല. ഇപ്പോൾ അതായത് പേഷ്യൻസിന് മനസ്സിലാവാത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഹോസ്പിറ്റൽസ് ഓരോ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി അവർക്ക് കൊടുക്കുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം പണ്ടാണെങ്കിൽ ഓപ്പൺ സർജറി ആ മൊത്തം ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു 10 ലക്ഷം രൂപയാവുള്ളൂ. ഇപ്പോൾ ഒരു ലാപ്രോസ്കോപ്പി സെറ്റ്, നല്ലൊരു ലാപ്രോസ്കോപ്പിക് സെറ്റ് ആ ക്യാമറ കൺസോളിന് മാത്രം ഏകദേശം 50 ലക്ഷം രൂപയുടെ അടുത്ത് വരും. പിന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടെ ഏകദേശം ഒരു 75-80 ലക്ഷം രൂപ ആ ഒരു സർജറി ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണ്ടി വരും. ഇപ്പോൾ റോബോട്ടിക് സർജറി ഒക്കെ ആണെങ്കിൽ ഇപ്പം ആ ഇൻസ്ട്രുമെൻ്റ് ഒരു 16.5 കോടി മുതൽ 18 കോടി രൂപയാവും ഈ സാധനം വാങ്ങി അവിടെ വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റ് പേഷ്യൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ ഹോസ്പിറ്റൽസിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു മൊഡാലിറ്റിയിലൊക്കെ വന്നിട്ടുള്ള വ്യത്യാസമാണ് ഇത്രയും കോസ്റ്റ് കയറാൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഞാനെപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പേഷ്യൻറ്റിനായി നിന്ന് നമുക്കൊന്ന് കൈപിടിച്ച് കയറ്റണമെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ലത് ഒരു ഇൻഷുറൻസ് തന്നെയാണ്. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വെക്കുകയായിരിക്കും. ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ സപ്പോസ് ഈ രോഗം പിടിക്കുന്നത് ബ്രെഡ് വിന്നർ ആണെങ്കിൽ ആ ഫാമിലിക്കുള്ള ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവില്ല. ചെയ്യുന്ന പേഷ്യൻ്റ് ആണ് ആ ഫാമിലിയിലെ ഏറ്റവും ഏണിംഗ് ഉള്ള പേഴ്സൺ ആണെങ്കിൽ പുള്ളി ഇപ്പോൾ കടന്നു കഴിഞ്ഞാൽ എല്ലാം ഇതാണ്. അപ്പോൾ അതിന് ഭേദം എപ്പോഴും ഞാൻ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ചോദിക്കും അപ്പോൾ ഈ ഇൻഷുറൻസ് ലേറ്റായില്ലെങ്കിലും എടുത്ത് വെക്കുന്നത് ബെറ്റർ, അടുത്ത ഇതിന് ബെറ്റർ ആയിരിക്കും. ഇൻഷുറൻസ് പ്രീമിയം കൂടുന്നേ ഉള്ളൂ വേറെ ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ, പക്ഷെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗം. അപ്പം പിന്നെ ഇപ്പം നോർമൽ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യണം, ക്യാൻസർ വരെ എനിക്ക് സംശയം. അപ്പോൾ ഇതുപോലെ സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് ഉണ്ട് പല ഇതിനിപ്പം കുടലിലെ ക്യാൻസറൊക്കെ ആണെങ്കിലും 50 വയസ്സിന് മുകളിലായ സ്ത്രീയോ പുരുഷനോ ബേസ് ലൈൻ ഒരു കൊളോസ്കോപ്പി അല്ലെങ്കിൽ സിഗ്മോയിഡോസ്കോപ്പി താഴത്തെ ഒരു സ്കോപ്പി എന്തായാലും ചെയ്ത് വെക്കണം. മേ ബി അത് 10 കൊല്ലത്തിലൊരിക്കൽ ചെയ്താലും മതി. പിന്നെ ഇതില്ലാത്തവർക്ക് ഇവൻ മലൻ ടെസ്റ്റ് ചെയ്യാനുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു 50 വയസ്സിന് മുകളിലൊക്കെ ഒരു സ്ക്രീനിങ് ബേസ് ലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഡെഫിനറ്റ്ലി അതൊരു റെക്കമെൻഡഡ് ആണ്. പല വെസ്റ്റേൺ കൺട്രീസിൽ അത് നിർബന്ധമാണ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ അറിഞ്ഞു വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ എല്ലാവർക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോബിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് തന്നെ ഇന്ന സാധനങ്ങളൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഇനി ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കോസ്റ്റ് കുറവാണ്. ഗൾഫ് ജോലി ചെയ്യുന്നവർ അവിടെ ഡോക്ടർ എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് എന്തായാലും നാട്ടിൽ വരുന്നു, ഇവിടെ വന്ന് അപ്പോൾ ഇവിടെ വന്ന് ചെയ്ത് തിരിച്ചവിടെ ഡോക്ടറെ കാണിക്കാൻ. അപ്പോൾ ഞാൻ ചോദിക്കും എന്താണ് സാർ അവിടെ ചെയ്യുന്ന കാട്ടിൽ എനിക്കിവിടെ നാട്ടിൽ വന്ന് ഇവിടെ നിന്ന് ഫാമിലിയും കാണാം, എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി ചെയ്ത് റിട്ടേൺ പോയാലും എനിക്ക് അത്ര കാശാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഇത് കോസ്റ്റ് ഓഫ് ഇത് ട്രീറ്റ്മെൻറ്റ് ഇൻക്രീസ് ആവുന്നതെങ്കിലും ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും കുറവ് തന്നെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ക്യാൻസർ മുന്നേക്കൂട്ട കണ്ടുപിടിക്കാനും അത് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാനും സാധിക്കും, പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത് അല്ലേ. ഏർലി ഡയഗ്നോസിസ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അതാണ് കറക്റ്റ്.